നേരും ചൊവ്വനും വസ്ത്രം ധരിക്കാൻ ഇടയായത് സുവിശേഷം വന്നതുകൊണ്ടാണ്. പണ്ട് കാലത്ത് എല്ലാവർക്കും ഒന്നും എല്ലാ വസ്ത്രവും ധരിച്ചുകൊണ്ട് പെരുവഴിയെ നടക്കാൻ ഒക്കത്തില്ല. അത് കുറച്ച് ആൾക്കാർക്ക് മാത്രം. വേറെ ആൾക്കാർ വെള്ളത്തുണി എടുത്തുകൊണ്ട് നടത്തുകയില്ല. അഥവാ നടന്നാൽ കരി വാരി തേച്ചേച്ചേ നടക്കാൻ പറ്റുള്ളൂ, ഒക്കുകയില്ലായിരുന്നു. അപ്പം അതിനൊക്കെ ഇപ്പം എല്ലാവരും വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത്, സിംഹഭാഗവും. അത് ഇടയാക്കിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറ്റുകയില്ലായിരുന്നു. അത് കുറച്ച് പേര് മാത്രമേ പഠിക്കുകയുള്ളായിരുന്നു. വേറെ ആർക്കും പഠിക്കാൻ ഒക്കത്തുമില്ല, അനുവദിക്കത്തുമില്ല. പാത്ത് നിന്ന് പോലും കേൾക്കാനും ഒക്കുകയില്ല. അങ്ങനെ അഥവാ കേട്ടെന്ന് അവരറിഞ്ഞാൽ ചെവിക്കകത്ത് ഈയം ഉരുക്കി ഒഴിക്കും, നാക്ക് അങ്ങ് കണ്ടിച്ചെടുക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും മാറ്റം വന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. എല്ലാം വിവരിക്കുന്നില്ല, എപ്പോഴും പറയുന്ന കാര്യമാണ്. റോഡിൽ കൂടെ ഈ പിടവൂര് സത്യമൊക്കെ വഴി ഇങ്ങനെ പനമ്പറ്റ് വഴി പട്ടിക്ക് റോഡിൽ കൂടെ നടക്കാമായിരുന്നു, നിങ്ങൾക്ക് നടക്കാൻ മേലായിരുന്നു. നിങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ഒരു 3 തലമുറ പുറകോട്ട്. പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും റോഡിൽ കൂടെ നടക്കാൻ മേല. പട്ടിക്ക് റോഡിൽ കൂടെ കുരയ്ക്കുകയും ചെയ്യാം, ഒത്തെങ്കിൽ ആരെങ്കിലും കടിക്കുകയും ചെയ്യാം. സ്തോത്രം. റോഡിൽ കിടക്കാം, അതൊക്കെ പട്ടിക്ക് നടക്കും, മനുഷ്യനൊക്കുകയില്ലായിരുന്നു. അപ്പം അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. കാളയോട് ചേർത്ത് നുകത്തിന്റെ ഒരു വശത്ത് കാളയും ഒരു വശത്ത് മനുഷ്യനെ വെച്ചാ ഉഴുതുകൊണ്ടിരുന്നത്, അടിമക്കച്ചവടമൊക്കെ ഉള്ള കാലത്ത്. അപ്പോൾ ആ ഒരു സായിപ്പ് നോക്കിയപ്പം ഒരു വശത്ത് കാള, ഒരു വശത്ത് മനുഷ്യൻ. സായിപ്പന്മാരുള്ള കാലമാണ്. അവര് ഒന്നും പറയുന്നില്ല, വെറുതെ ഇതെല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, സായിപ്പ് വണ്ടിയെ പോയപ്പം കാളയോടും ചേർത്ത് മനുഷ്യനെയും വെച്ച് കണ്ട ഓടുന്നു. അപ്പൊ സായിപ്പ് വണ്ടി നിർത്തി, കാള എവിടെ നിൽക്കട്ടെ, മനുഷ്യനെ ഇങ്ങ് കരയ്ക്കോട്ട് കയറ്റി വിടാൻ പറഞ്ഞു. എന്നൊക്കെ സായിപ്പന്മാര് പറഞ്ഞാൽ നടക്കും. ഇന്ന് അത് നോക്കുകയല്ല. കാരണം സായിപ്പൻ്റെ ഒക്കെ ചെന്ന് ഉടക്കാനൊക്കെയല്ലേ വെടിവെക്കും. നീ മുളങ്കമ്പുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ സാഹിബ് ടിഷ്യൂ എന്ന് വെക്കുമ്പോൾ നിന്റെ ഇടപാട് തീരും, ഇവിടെ തോക്കുണ്ട്. അപ്പം സാഹിബ് പറഞ്ഞ് ആ കാളയോട് ചേർത്ത് വെച്ച് മനുഷ്യനെ ഇഞ്ഞ് തരാൻ പറഞ്ഞു. സാഹിബ് അവനെ വിളിച്ചുകൊണ്ട് പോയി തേച്ച് കുളിപ്പിച്ച് സോപ്പുമൊക്കെ ഇട്ട് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവന് സുവിശേഷം അകത്ത് കൊടുത്തു. അവനെ മനുഷ്യനാക്കി തീർത്തു. അത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. അങ്ങനെ പറയാൻ ഒത്തിരി കാര്യമുണ്ട്. പണ്ട് കാലത്ത് നിങ്ങൾക്ക് പഴയ ആൾക്കാർക്കും ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ആശുപത്രിയിൽ എല്ലാവർക്കും വന്ന് നേരിട്ട് ചെന്ന് ഡോക്ടറെ കാണാനൊക്കത്തില്ല. ഇന്ന് ഡോക്ടർ അടുക്ക ചെന്നിരുന്ന് നമ്മളെയും കൂടെ അടുത്തിരുത്തി ലോഗ്യവും ചോദിച്ച് വിശേഷമൊക്കെ ചോദിച്ചാൽ പല കാര്യങ്ങൾ മരുന്ന് കുറിക്കുന്നത്. ഇപ്പം അതൊക്കെ മിക്കയിടത്തും ബിസിനസ് ആയതുകൊണ്ട് അവരും അതൊക്കെ കരുതി കൂട്ടി ആശുപത്രിക്കാരും ഡോക്ടർമാരും അത് അവർക്ക് ക്ലാസ് കൊടുക്കും. ആളിനെയൊക്കെ അറിഞ്ഞു വേണം മരുന്ന് എഴുതാനും അഡ്മിറ്റ് ആക്കാനും ഒക്കെ. നമ്മളെ വിളിച്ച് അടുത്തിരുത്തി ചോദിക്കും, പേരെന്നാ? പേര് ജോർജ് കുട്ടി. മക്കളൊക്കെ ഉണ്ടോ? 5 പേര്. ഇവിടെ നാട്ടിലാണ്? ഇല്ല, എല്ലാവരും അമേരിക്കയല്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ബിൽഡിംഗ് പണി ജോർജ് കുട്ടിയെ കൊണ്ട് വേണം നടത്താൻ. പെട്ടെന്ന് ജോർജ് കുട്ടിയോട് പറയും, ഇതിലേ പൊക്കോളാൻ പറ, അവിടെ എല്ലാം മുഴുവൻ ടെസ്റ്റാണ്. അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പം ഇത് ഈ ബിസിനസ് ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലരെ ഈ രോഗത്തെ പറ്റി പറയുന്ന, പാസ്റ്റർ ഇത് എല്ലാവർക്കും ഉള്ള രോഗമല്ല, 4 ലക്ഷം ആൾക്കാരിൽ ഒരാൾക്കേ ഇത് വരുവുള്ളൂ. അത് പത്തനാപുരത്ത് എനിക്കാ വന്നേക്കുന്നത്. അപ്പം 4 ലക്ഷം പേരിൽ പുള്ളിയാണ് ഒരാൾ. ഇതൊക്കെ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. പിന്നെ ഇപ്പോഴത്തെ ഞാൻ ഇതൊന്നും പഠിച്ചതല്ലെങ്കിലും അതിൻ്റെ ആ വെളിച്ചത്തിൽ അങ്ങ് പറയുക. ചെല്ലി പറയത്തില്ല, ഇത് 50,000 അണുക്കൾ വേണം, പക്ഷേ ജോയിച്ചാന് 25,000 ഉള്ളൂ. അവിടെ ചോദിച്ചാൽ അവിടെ കിടക്കുക. അപ്പം ഇതൊക്കെ ബിസിനസ്സാണ്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ഇങ്ങനെ ആശുപത്രിയിൽ അടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇപ്പോൾ നമുക്ക് ചികിത്സയ്ക്ക് ഉള്ള സാവകാശമുണ്ട്. പണ്ട് എല്ലാവർക്കും ഒന്നും ഡോക്ടറെ അടുക്ക ചെല്ലാനൊക്കത്തില്ല. വലിയ കുപ്പിയൊക്കെ ആയിട്ട് ആശുപത്രി ഉണ്ടെങ്കിൽ അതിന് ദൂരെ മാറി നിൽക്കണം. അതിന് പ്രത്യേക സ്ഥലമുണ്ട്. എല്ലാവർക്കും ഒന്നും മരുന്ന് മേടിക്കാൻ ചെല്ലാനൊക്കത്തില്ല. ഡോക്ടർമാരെന്ന് അയിത്തമുള്ള കാലമാണ്. തൊടുകയില വെച്ച് പരിശോധിക്കത്തില്ല, ദൂരെ ഇന്നിങ്ങനെ നോക്കും. അയിത്തമുള്ള കാലമാണ്. പിന്നെ വലിയ കുപ്പി കൊണ്ടുപോകും. എല്ലാവർക്കും കൂടെ ഒരു മരുന്ന് അതിനകത്ത് അണ്ടാവിനകത്ത് കലക്കി വെച്ചിരിക്കുക.
അത് കോരി എല്ലാവർക്കും തരിക. പിന്നെ ചിലതൊക്കെ രക്ഷപ്പെടും, ചിലത്. എന്നാൽ ഇവർക്ക് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അത് മറ സൈഡിൽ കൂടെ വിറ്റ് അവർ കാശാക്കുമെന്ന്. അത് ഞങ്ങളുടെ ഒരു അപ്പച്ചനെ പണ്ടിതെല്ലാം കൂടെ കണ്ട് ഒരു പാട്ടെഴുതി. ഈ ആശുപത്രിയിലെ ഇങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ കണ്ട് പുള്ളി ഒരു പാട്ടെഴുതി. പാടാൻ വയ്യ ദിവസങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പം പാട്ടിൻ്റെ വരി ഇങ്ങനെ: നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാശവർക്കെടുത്തിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ചില്ലയിലെ കാശവർക്കെടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതി വെറും ആകുലം തീർപ്പാൻ എന്തു വഴി? സർക്കാർ ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതി വെറും ആകുലം തീർപ്പാൻ എന്തു വഴി? അപ്പൊ അന്ന് അടുത്ത് ചെല്ലാനോ ഇരിക്കാനോ അടുത്തിരുത്തി പരിശോധനയൊന്നും നടക്കുകയല്ല. എന്നാൽ അതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. ഞാൻ അധികം ആ ഭാഗം വിവരിക്കുന്നില്ല. എവിടെയും ഉയർത്താൻ പറ്റുന്നത് സുവിശേഷമാണ്. ആരോടും പറയാൻ പറ്റാവുന്നത് സുവിശേഷമാണ്. എവിടെയും ആമെ കൊണ്ടുചെല്ലാൻ പറ്റുന്നത് ഈ സുവിശേഷമാണ്. സുവിശേഷം ഒരു വിഭാഗക്കാരുടെ മാത്രമല്ല, ഇത് മുഴു ലോകത്തിൻ്റെ ആ സുവിശേഷം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. ആരാ യേശു ക്രിസ്തു? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ആ സുവിശേഷമാ നമ്മെ ഇത്രത്തോളം എത്തിച്ചത്. ഈ സുവിശേഷത്തിൽ ആര് വിശ്വസിക്കും അവർക്കും അവരുടെ കുടുംബത്തിന് രക്ഷയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതെ, അധികം വിവരിക്കുന്നില്ല. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും ക്രിസ്തുവേശുവിന്റെ ശ്രേഷ്ഠത പൗലോസ് തെളിയിച്ചിട്ടുണ്ട്. അവിടുന്ന് എല്ലാവരിലും ശ്രേഷ്ഠനാ. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ആമൻ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ആമൻ യോശുവായേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. എല്ലാവരിലും ശ്രേഷ്ഠനായ ഉന്നതനായ മഹിമയുള്ള മഹത്വമുള്ള ഒരുവനെയുള്ള നസറയനാകുന്നു യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും കാണാഞ്ഞ പരമവിശുദ്ധനാ ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുള്ളതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാതൊരു കുഴപ്പവും യേശുവില്ല. ബാക്കി സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. കുഴപ്പമില്ലാത്ത, ഊനമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത, പാപമില്ലാത്ത, അപാകതയില്ലാത്ത ഒരുവനെയുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി സകല എണ്ണത്തിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു അപാകതയുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. നമ്പ്യാര് പണ്ട് പറഞ്ഞൊരു പദമുണ്ട്, ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ. പണ്ട് പഠിച്ചതാ. 1,00,000 പേര് നടന്നു പോയാൽ ലക്ഷണമൊത്തത് ഒന്നോ രണ്ടോ. നമ്മളെല്ലാം ഈ നല്ലതാണെന്നും പറഞ്ഞാൽ ഈ സ്തോത്രം പറയാനും മസിലും പിടിച്ചിരിക്കുന്നത് ലക്ഷണമൊത്തത് ഒന്നോ രണ്ടോ ഉള്ളൂ. ഇനി അങ്ങ് മസിലങ്ങ് അയക്കേ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ലക്ഷണമാണെന്നും പറഞ്ഞായിരിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, നമ്പ്യാര് പറഞ്ഞത് ഒന്നോ രണ്ടോ ഉള്ളൂ. ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ. ഒരുത്തനെ പറ്റി പറയാം, അക്ഷരം 56 അറിയാം, ലക്ഷം ശ്ലോകം കുറയാതറിയാം, വിക്കികൾ കൊണ്ടത് പറയാൻ വഹിയ. ഒരുത്തന് 1,00,000 ശ്ലോകം അറിയാം. എൻസൈക്ലോപീഡിയയും ബ്രിട്ടാനിക്കയൊക്കെ മനപ്പാടമാ, തൽമൂദ് വരെ മനപ്പാടമാ. പക്ഷെ വിക്ക് കൊണ്ട് പറയാൻ മേല. തിയോളജിയുടെ മുഴുവൻ വശവും അറിയാം, പക്ഷെ
വിക്കുകൾ കൊണ്ടത് പറയാൻ വകിയ കൃഷ്ണൻ പൂതന എന്ന് പറയുമ്പോൾ നേരം വിളക്കും. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം, അപാകതകൾ സകല മനുഷ്യർക്കുമുണ്ട്. അപാകതയില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു. വേറൊരുത്തനെ പറ്റി നമ്പ്യാര് തന്നെ പറയുക, നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഒരുത്തൻ നല്ല ജാതിപ്പെട്ടത രൂപഗുണവും നല്ലതാ, നല്ല കോമളത്വം ഉള്ളവനാ, നല്ല അങ്ങ് പ്രത്യേകമായിട്ട് നല്ല വടിവത്തവനാ. നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. പഴയ അപ്പച്ചന്മാര് പഠിച്ച അല്ലി വച്ചാ, പണ്ടത്തെ പഴയ ക്ലാസ്സിലുള്ളതാ. അപ്പൊ ചോദിക്കും, ഞാൻ ആ ക്ലാസ്സിൽ പഠിച്ചു വന്നില്ല, എൻ്റെ വല്യമ്മച്ച് പഠിച്ച് ചൊല്ലിക്കേൽപ്പിച്ചതാ. പിന്നെ ഞാൻ നോക്കി തപ്പി എടുത്തു. അപ്പൊ അതിനകത്തുള്ളതാ, നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരിയെന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. എടുത്ത മായനെ അറിയാമല്ല, കാണാനൊക്കെ നല്ല ഗ്ലാമറാ. പക്ഷെ പത്തനാപുരത്തിന് പോയതാ, അവൻ ചെന്നിറങ്ങിയത് അങ്ങ് പുനലൂരാ, ബോർഡ് തെറ്റിക്കയറി പോയതാ, വായിക്കാൻ അറിയാൻ മേല. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ടെന്നാ. നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. ഹരിയെന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. വേറെ തന്നെ പറ്റി എഴുതിയിരിക്കുക, കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാധീനത മുക്കയുമുണ്ട്. ഒരുത്തനെ കണ്ടാ നല്ല പുരുഷനാ, പക്ഷെ മുഴുവൻ വേണ്ടാധീനമാ. കണ്ടാ നല്ലൊരു പുരുഷൻ എന്നാൽ വേണ്ടാധീനത മുക്കയുമുണ്ട്. കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും. രാവിലെ ജീൻസും ഒക്കെ ഇട്ട് നല്ല ഫുൾ കൈയൊക്കെ ഇട്ട് ടൈയും ഒക്കെ കെട്ട് റൈമാന്റെ കണ്ണടയും റാഡോടെ വാച്ചും ഒക്കെ ധരിച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകിട്ട് വന്നപ്പം 3 ബട്ടൺസും ഇല്ല, കണ്ണാടിയുടെ ഒരു കാലും. ആ പിള്ളേർ നല്ല ബോർഡ് പോടി. കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, രണ്ടാം വാക്കിന് കയറിയടിക്കും. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വെച്ചത്, ഒന്നല്ലെങ്കിൽ മറ്റൊരു അപാകത, പാളിച്ച സകല മനുഷ്യർക്കുമുണ്ട്. എന്നാൽ യാതൊരു ഊനമില്ലാത്തവൻ, യാതൊരു പാപമില്ലാത്തവൻ, യാതൊരു അകൃത്യമില്ലാത്തവൻ, യാതൊരു കളങ്കമില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശുക്രിസ്തു. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടില്ലല്ലോ. പീലാത്തോസ് പറഞ്ഞു, ആമേൻ സ്തോത്രം, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ മറ്റവൻ ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഉണ്ടാതിരിക്കടാ മുടിഞ്ഞോനെ. അങ്ങനെ എഴുതിയിട്ടില്ല, അത് വിവാദമാക്കരുത്, ഇനി എന്നെ ആകാനാ. അപ്പൊ അവൻ പറഞ്ഞു, ഉണ്ടാതിരിക്കടാന്ന് പറഞ്ഞു. എടാ, ഞാനും നീയും തെറ്റ് ചെയ്തിട്ടായി ക്രൂശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അപാകതയില്ലാത്ത പരിശുദ്ധനായ ദേഹം, ദൈവത്തിന് മഹത്വം. ക്രൂശിക്കിടന്ന ദുഷ്പ്രവർത്തിക്കാരും സാക്ഷ്യപ്പെടുത്തി അവൻ നീതിമാനാ. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് രാത്രിയിൽ സ്വപ്ന ദർശനം ഉണ്ടായിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എല്ലാവരെയും വിധിക്കുന്നുണ്ട്, ക്രോസ് വിസ്താരമൊക്കെ നടത്തുന്നുണ്ട്, വിധിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യം ചെയ്തേക്കാം, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടുന്ന സൂക്ഷിച്ചു വേണം. പ്രൈസ് ദി ലോർഡ്. ആമ യൂദായും ഒടുവിൽ പറഞ്ഞല്ലോ, ആമ കുറ്റമില്ലാത്ത രക്തത്തെ ഞാന് കാണിച്ചു കൊടുത്തു. അവന് ബോധം വന്നു. മഹാപുരോഹിതന്മാർക്ക് അവസാനം ബോധ്യപ്പെട്ടു, അവർക്ക് ഉള്ളിൽ നല്ല ബോധമുണ്ട്, യാതൊരു കുറ്റവുമില്ലെന്ന്. എന്തിനേറെ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു തമ്പുരാന്റെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ദൈവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് രണ്ടായിട്ട് ചീന്തി, കല്ലറകൾ തുറന്നു, മരിച്ചവർ പലരും പ്രത്യക്ഷപ്പെട്ടു, പലർക്കും ചെന്ന് എന്ന് വേണ്ട, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഈ അണ്ടകടാകം മുഴുവൻ വല്ലാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ നടന്നു പോയവരും കടന്നുപോയവരും നോക്കി നിന്നവരും ദൂരത്ത് നിന്ന് കണ്ടവരും എന്തിനേറെ ശതാധിപനും എല്ലാം ചേർന്ന് പറഞ്ഞു, വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനാ. ഇന്ന് രാത്രി യാതൊരു കളങ്കമില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശുക്രിസ്തു. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോൽ ആരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി മോദമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി മോദമായി. മരുവും മാരുവി
ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ അറിയാവുന്ന ദൈവമക്കൾ ചേർത്ത് പാടും. ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പി, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവി. വരുവിൻ വണങ്ങി നമസ്കരിപ്പി, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനം ആകവേ ഓ തിരുമുൻപിൽ അർപ്പിച്ച് വീഴുവിൻ. ഓ ബലവും ബഹുമാനം ആകവേ ഓ തിരുമുൻപിൽ അർപ്പിച്ച് വീഴുവിൻ. തിരുനാമമെന്നേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. കരമുയർത്തി കർത്താവിന് മഹത്വം കരേറ്റിയാട്ടെ. ഇന്ന് രാത്രി ഉന്നതനാകുന്ന ശ്രേഷ്ഠനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള ഊനമില്ലാത്ത പാപമില്ലാത്ത പാപം ചെയ്യാത്ത പാപമേശാത്ത പാപം തീണ്ടാത്ത പരമവിശുദ്ധനായ ക്രിസ്തു ഇന്ന് രാത്രി നടുവിലുണ്ട്. അവിടുന്ന് എഴുന്നള്ളി വന്നാൽ നിനക്ക് രോഗശാന്തി തരും. അവിടുന്ന് എഴുന്നള്ളി വന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമാ. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിന്റെ നാമം. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ അവൻ അവിടുത്തെ നാമത്തിൽ നീ ആശ്രയിക്ക്, അവിടുത്തെ നാമം ഉച്ചരിക്ക്. ഇന്ന് രാത്രി നിന്റെ മാറാ രോഗത്തിന് സൗഖ്യം തരുവാൻ അവൻ ശക്തനായി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പുണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുക. മിസ്രയീമിലേക്ക് വരുത്തിയ ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഇന്ന് രാത്രി വിശ്വസിക്ക്. മനോവേദനയോട് ആരെങ്കിലും ഇന്ന് രാത്രി കടന്നു വന്നെങ്കിൽ നിന്റെ മനസ്സിന്റെ വേദനകളും വ്യതകളും മാറ്റി അവൻ രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിച്ച് വിലാപത്തെ നൃത്തമാക്കി തീർത്ത് നിന്നെ വിടുവിക്കുവാൻ കടിവള്ളം ഇന്ന് രാത്രി ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനം തകർന്നവരുടെ അവൻ സ്വോത്രം മനസ്സിന്റെ മുറിവുകളെ കെട്ടി അവൻ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊടുത്ത് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന നസറായൻ ഈ രാത്രി ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുകയും വന്നതുപോലെ തിരിച്ചു പോകരുത്. ഈ രാത്രി നിന്റെ ശിരസ് മുതൽ പ്രാരം വരെ ദൈവശക്തികൾ നിറഞ്ഞ് വേദനമയിച്ച് സൗഖ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എല്ലാവരും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം. കാണാൻ കൊള്ളാവുന്നവനായ യേശു, അല്ലാതെ ആരെയും പേടിപ്പിക്കുന്ന ആളല്ല യേശു. യേശുവിനെ രാത്രി കണ്ട എൻ്റെ അച്ഛൻ 5-ാം പനി വന്ന് നിന്ന് വരാരും പറഞ്ഞിട്ടില്ല. ഞാൻ ആ വഴി കൂടെ പോവായിരുന്നു. യേശു ആ മുക്കിനിരിക്കുകയായിരുന്നു. കണ്ട് അന്നേരം എനിക്ക് വെപ്രാളം ഉണ്ടായി. 5-ാം പനി വന്ന് കിടുകിടാന്ന് അടിച്ചിരിക്കുക. യേശുവിനെ കണ്ടാരും പനി വന്നില്ല. യേശു വന്നെടുത്ത് പനി മാറിയെന്നുള്ളതാണ്. ആ തള്ള പനി പിടിച്ച് പരിവക്കേട് കിടക്കായിരുന്നു. യേശു ചെന്നു. അന്നേരം അമ്മയുടെ പനി പിന്നെ ഒരു ഗുണമുണ്ട്. തള്ളയും നല്ല തള്ളയായിരുന്നു. എഴുന്നേറ്റ് ഉടനെ ശുശ്രൂഷ ചെയ്തു. ഇന്നത്തെ ചിലരാണ് പിന്നെയും പനിയാണെന്ന് പറഞ്ഞ് അവിടെ കിടക്കും. ജോലി ചെയ്യാൻ കഴിയല്ല. അതിനാ എല്ലാവരുടെയും കാര്യമല്ല. ആ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് ശുശ്രൂഷയൊക്കെ ചെയ്തു. അപ്പൊ യേശുവിനെ കണ്ട് ആരും പനിച്ചിട്ടില്ല. പനിയുള്ളവരുടെ എല്ലാം പനി മാറിയതേ ഉള്ളൂ. ഇന്ന് രാത്രി ആ കർത്താവ് നടുവിലുണ്ട്. കാണാൻ കൊള്ളാവുന്നതിനായ യേശു. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു തല, 2 കണ്ണ്, 2 കയ്യ്, 2 കാല്, അതല്ല അതിന്റെ പരുവത്തിനുള്ളതാ. അംഗപ്രത്യംഗ വർണ്ണനയാണല്ലോ ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് ഒന്ന് വായിച്ചോ. വിവരിക്കാൻ നേരമില്ല. അലങ്കാര ഭാഷയിൽ ഉപമകളും ഉപമാനങ്ങളും ഉപമകളും ഒക്കെ ആയിട്ട് അലങ്കാര ഭാഷയിൽ സഭാപ്രസംഗ കാര്യങ്ങൾ ഉത്തമഗീതക്കാരൻ പറഞ്ഞിരിക്കുന്നതെങ്കിലും ഒന്ന് ഓടിച്ചു വായിച്ചു. 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകളൊന്ന് വായിച്ചു, ഓടിച്ചു വായിച്ചു. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. അലങ്കാര ഭാഷയിലാ കൊടുത്തിരിക്കുന്നത് ശിരസ് അതിവിശേഷമായ തങ്കം. പിന്നെ അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. ഡൈ ഒന്നും അല്ല. സ്തോത്രം. പിന്നെ
അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അടുത്തത്, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നുറുന്തൈകളുടെ വാരവും അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വായിൽ നിന്ന് വരുന്നതെല്ലാം നമുക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും ഉണർവും തരുന്ന വാക്കുകളാണ്. അതല്ലേ പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേലായി. ഒന്ന്, കാണാൻ കൊള്ളാം. രണ്ട്, വായിന്ന് വരുന്നതും അങ്ങനത്തെ ലാവണ്യ വാക്കാണ്. അല്ലാതെ നിന്നെ സംഹരിക്കും, ചുട്ടുകളയും, നിന്നെ തകർക്കും, മുടിച്ചു കളയും, നിന്റെ കുടുംബം കുളം തോണ്ടും എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയല്ല നിന്നെ കൊല്ലാൻ. സ്തോത്രം. വായിന്ന് വരുന്നതല്ല ഒരു പേടി പോലെ. തല്ലുകൊള്ളുക, എന്ന് എനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി നിങ്ങൾക്ക് തരും. ഒന്നിച്ച് ഞാൻ കൊള്ളുകയല്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് സ്തോത്രം ചെയ്ത് എന്ത് കിട്ടിയാലും വീതം വെക്കും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനാണ്. ദൈവത്തിന് മഹത്വം. കാണാൻ കൊള്ളാവുന്നവനാ യേശു. ദൈവത്തിന് മഹത്വം. ഞാന് ഈ പഴയ പാട്ടുകളായി എനിക്കിഷ്ടം. എല്ലാവർക്കും അത് തൃപ്തിയൊന്നുമല്ല. എന്നെ അടുത്തിടപെടുന്നവർക്കൊക്കെ അറിയാം, പഴയ പാട്ടുകളാണ് ഇഷ്ടം. അത് ഇവർ പാടും പോലൊന്നും ഒക്കത്തില്ല. അവരൊക്കെ അതൊക്കെ പഠിച്ച് അതിൻ്റെ ചിട്ടയിലും ക്രമത്തിലും ശ്രുതിയൊന്നും തെറ്റാതാ. എനിക്ക് ശ്രുതിയില്ല. അപ്പം എങ്കിലും സന്തോഷം കൊണ്ടും സന്ദർഭോചിതമായിട്ട് ചില ഈരടികളൊക്കെ പാടാറുണ്ട്. പാടുന്നെന്ന് അവകാശപ്പെടുകയില്ല, പറയുക. ഈ അടുത്ത കാലത്ത് ഒരു തള്ള ചോദിച്ചു, നിങ്ങൾ രണ്ടും കൂടി കിടന്ന് കാറുന്ന എന്തിനാന്ന് ചോദിച്ചു. പാടുന്നെന്നല്ല പറഞ്ഞേ. അതാ ശരി. എന്നാ മോനെ, കുറെ നേരമായില്ലേ ഇത്? ഓ എന്നെ കിട്ടാതിരിക്കുന്ന നല്ലത്. അപ്പൊ ശ്രദ്ധിച്ചേ, പഴയ പാട്ടുകൾ. അപ്പോൾ നമ്മുടെ ഒരു പഴയ ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു, പേരിശ്ശേരി മത്തായിച്ചൻ. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കടമ്പനാട് ഉണ്ടായിരുന്ന കെ മാത്യുച്ചാന്. പഴയ ആളാ. അച്ചായന്റെ പാട്ടുകളൊക്കെ നല്ല പ്രാസമുണ്ട്, പദങ്ങളും നല്ലതാ, അക്ഷരക്കാലമൊക്കെ കൃത്യമാ, കണക്ക് തെറ്റാതുള്ള പാട്ടുകളാ. അതൊക്കെ പാടുന്നവർക്കും അറിയാവുന്നവർക്കും അറിയാം. അപ്പൊ എൻ്റെ ചിന്തയാണ്, മത്തായി ചായനെ ആ മുഖത്തോട്ട് നോക്കി. എവിടെ? യേശുവിന്റെ മുഖത്തേക്ക്. കാരണം പള്ളി ഇരുന്ന് എല്ലാവരുടെ രണ്ടുപേരുടെ എന്തുവാന്നോ പറയുന്നത്. എന്തുവാ പറഞ്ഞ അമ്മാമ? എന്നാ പറഞ്ഞേ? ആകെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ പറഞ്ഞ ഞാൻ കണ്ട്. പിന്നെ 7 കണ്ണെന്നല്ലയോ പുസ്തകത്തിൽ വാക്യം? പ്രസംഗം മോശമാണെന്നാന്നോ? എന്തുവാ പറഞ്ഞു? ഏതോ പറഞ്ഞു. എനിക്ക് ദോഷം വരുന്ന വല്ലോ ആന്നോ? എന്നാ ഇനിയും പറഞ്ഞോ, കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ആ മുഖത്തേക്ക് മത്തായിച്ചനൊന്ന് നോക്കിയിട്ട് അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. ഇങ്ങനെ, കോടി സൂര്യപ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. കോടി സൂര്യപ്രഭയേറും രാജരാജ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. അപ്പൊ ശ്രദ്ധിക്കുക, മത്തായി ചായ മുഖത്തേക്ക് നോക്കിയേച്ച് എഴുതുക, കോടി സൂര്യ പ്രഭയേറുന്നവനാ ക്രിസ്തു. ഇതുപോലെ പ്രഭാമയനായ വേറൊരുവൻ ഇല്ല. അതുകൊണ്ട് അവിടുന്ന് കോടി സൂര്യ പ്രഭയുള്ളത് കൊണ്ട് നമ്മള് പുള്ളിക്ക് വെട്ടമൊന്നും കൊണ്ട് കൊടുക്കാത്ത. യേശുവേ 5 മെഴുകുതിരി തരിക, നീ ഇരുട്ടത്തിരിക്കുക. കോടി സൂര്യപ്രഭയാ. നിന്റെ എണ്ണയും വേണ്ട, വെളിച്ചെണ്ണയും വേണ്ട, നല്ലെണ്ണയും വേണ്ട, കടുകെണ്ണയും വേണ്ട, നിന്റെ മെഴുകുതിരിയും വേണ്ട, ലൈറ്റ് ഒന്നും യേശുവിന് ആവശ്യമില്ല. കാരണം അവിടുന്ന് കോടി സൂര്യപ്രഭയുള്ളവനാ. ആ പ്രഭാമയനായ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഉലാവുന്നുണ്ട്. അതിന് മറുവശവും കൂടെ പറയാ, ആ പ്രഭാമയനായ ദൈവം നിന്റെ കുടുംബത്തിൽ വന്നാൽ നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറും.
ആ പ്രഭാപൂരനായ കർത്താവ് അവൻ സഭയിൽ ദേശത്ത് വന്നാൽ ദേശത്തിന്റെ അന്ധകാരം മാറും. എവിടെ യേശുവിനെ ഉയർത്തിയിട്ടുണ്ടോ അവിടെല്ലാം അനുഗ്രഹവും വിടുതലും വെളിച്ചവും വെട്ടവും ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പോലെ ശ്രേഷ്ഠനായ ഒരുവൻ ഇല്ല. മത്തായിച്ചൻ ആ മുഖത്തേക്ക് നോക്കിയ ചെറുത് ആ കോടി സൂര്യപ്രഭ. അന്നേരം ആറന്മുള ഇരുന്ന് സാറ് മുഖത്തോട്ട് നോക്കി. ഇവരെല്ലാം വലിയ ഉന്നതന്മാരാ. സാറ് മുഖത്തോട്ട് നോക്കി. മത്തായിച്ചൻ പേരിശ്ശേരി ഇരുന്ന് എഴുതി കോടി സൂര്യപ്രഭ. അന്നേരം ആറന്മുളയിലിരുന്ന് സാറ് മുഖത്തോട്ട് നോക്കിയിട്ട് എഴുതി നിൻമുഖത്തു നിന്നു തൂകും നന്മ തൂപൂരത്തിലമ്പൈ. നിൻമുഖത്തു നിന്നു തൂകും നന്മ തൂപൂരത്തിലമ്പൈ. സാറ് എഴുതിയത് ആ മുഖത്തോട്ട് നോക്കിയപ്പോൾ തേൻ ഇറ്റിറ്റ് വീടുന്നെന്ന്. സ്തോത്രം. അവിടുത്തെ മുഖത്തിൽ നിന്ന് നിൻമുഖത്തു നിന്നു തൂകും നന്മൂരത്തിലമ്പൈ. മുങ്ങിലേക്കുന്നു ദിവ്യജ്ഞാനികൾ. നിന്റെ നന്മൊടി കടി കണയുവതിനൊരു നവ്യമായ സയൻസുമില്ലതു സമ്മതിക്കുന്നജ്ഞരല്ല പ്രാണികൾ. ഇതെല്ലാം ഉണ്മയറിയുന്നതില്ലേ മാനികൾ. മേലിലുള്ള റുശലേമേ കാലമെല്ലാം കഴിയുന്ന. മേലിലുള്ള റുശലേമേ കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. നാദാലളിത കൃപയുടെ പരുഷമനുദിനമനുഭവിപ്പതിനരുളണ്. സഭയാകുമി പുഷ്പമാം സാധുനൈതലിൽ. നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. നിന്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള വേറൊരുവൻ ഇല്ല. ആട്ടെ, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ട് മുൻപോട്ട് ഓടിച്ചു പോകാം. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തു ശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ എന്ന് പൗലോസ് തെളിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അങ്ങനെ ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ച് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം അവൻ ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശു പാപപരിഹാരം വരുത്തി. ഇനി 10-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവെഴുത്തുകൾ വായിച്ചാട്ടെ ദൈവദാസനെ. 10-ാം അധ്യായത്തിന്റെ 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന ദിശയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തേക്കുള്ള പ്രവേശനത്തിന്റെ ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗമനം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണതയും കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ആമേൻ ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശുക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി ഇപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതാണ് 10-ാം അധ്യായത്തിൽ. അവിടെ 10-ാം അധ്യായത്തിൽ എടുത്തു പറയുന്ന ഒരു പദമുണ്ട്, അടുത്ത് ചെല്ലാനാ പറഞ്ഞത്. 22-ാം വാക്യം അങ്ങനല്ലയോ ദൈവദാസനെ? ഒന്നുകൂടെ വായിച്ചേ. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അടുത്ത് ചെല്ലുക. അപ്പോൾ അടുത്ത് വരിക, അടുത്ത് വരിക, അടുത്ത് ചെല്ലുക എന്നുള്ള പ്രയോഗം വന്നതുകൊണ്ട് ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ഈ പ്രിയപ്പെട്ടവരെല്ലാം ഇപ്പൊ എവിടെയാ? അകന്നിരിക്കുക. അതുകൊണ്ടല്ലയോ അടുത്ത് വരാൻ പറഞ്ഞു. ഈ ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ ആർക്ക് ഈ ലേഖനം എഴുതിയോ ആ ലേഖനം ആർക്കെഴുതിയെങ്കിൽ ആ പ്രിയപ്പെട്ടവർ ഈ ലേഖനം എഴുതുന്ന സന്ദർഭത്തിൽ അവൻ അകന്നിരിക്കുക. അകന്നിരിക്കുന്നത് കൊണ്ടാ പൗലോസ് കർക്കശമായിട്ട് ഓർപ്പിക്കുന്നത്, നിങ്ങൾ അടുത്തു വാ. മറുവശം ഒരു കാലത്ത് ഇവരെല്ലാവരും അടുത്ത് നിന്നവരാ. ഏതിനോട്? യേശുവിനോട്, സുവിശേഷത്തോട്, സഭയോട്, കൂട്ടായ്മയോട്, ആത്മീക പ്രവർത്തനങ്ങളോട് അടുത്ത് നിന്നവരാ.
എന്ന് പറഞ്ഞാൽ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ കർത്താവിനോടും കർത്തൃവേലയോടും കർത്തൃ ശുശ്രൂഷകരോടുമൊക്കെ അടുത്ത് നിന്നവരാ ആരംഭത്തിൽ. അവരുടെ ആരംഭകാലം ഒത്തിരി ഉണ്ട് പറയാൻ. 2 വാക്യത്തിൽ ആരംഭത്തിൽ എങ്ങനെയായിരുന്നെന്ന് തെളിയിക്കാം. 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യവും 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് വന്ന് വായിച്ചാട്ടെ. ആദ്യം 10-32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം. എന്തായാലും വാക്യങ്ങൾ ചടികടാന്ന് വായിച്ചു തരുന്നതിനെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. ഒന്നുകൂടെ വായിച്ചു 32 മുതൽ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പരീക്ഷകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച നിങ്ങളുടെ പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ആരംഭ സമയത്ത് പ്രാരംഭ കാലഘട്ടത്തിൽ എബ്രായ ക്രിസ്ത്യാനികൾ, എബ്രായ വിശ്വാസികൾ ദൈവത്തോടും ദൈവസഭയോടും കൂട്ടായ്മയോടും ഈ പ്രമാണത്തോടും ഈ ഉപദേശത്തോടും കൂറുപുലർത്തി ധൈര്യത്തോടെ നിന്നവരാ. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ആരംഭകാലത്ത് വളരെ തീക്ഷ്ണതയാ. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ ഇറങ്ങിയ സമയത്ത്, അല്ലയോ? ഇറങ്ങിയപ്പോ അങ്ങനെ മുട്ടയിലേ ഇരിക്കുമ്പോൾ 10 മണിക്ക് സഭായി വന്ന് 9:50 ആകുമ്പോഴേ വന്ന് മുട്ടയിലിരിക്കും. കൈയൊക്കെ വീശി അടിക്കുന്നത് ആരംഭകാലത്ത്. സ്തോത്രം. പാസ്റ്റർ പ്രാർത്ഥിച്ചു ഇവരെയും സഭായത്തിനെതിരായി പ്രാർത്ഥിച്ചും കൊണ്ടുവന്ന് പാട്ട് പറഞ്ഞു തീരുന്നതിന് മുന്നേ പാട്ടാ. ഇന്നിപ്പോ പാസ്റ്റർ ഇപ്പൊ പിന്നെ കൊയറൊക്കെ ഉള്ളത് കൊണ്ട് ചിലടത്ത് കുഴപ്പമില്ല. പാട്ട് പാടാൻ പറയുമ്പോൾ ചടയെന്ന് പാടുന്നവരുണ്ട്. മെനക്കേടുകളും ഒത്തിരി ഉണ്ട്. ചിലക്ക് ഈ കൺവെൻഷൻ ആണെങ്കിലും കാത്തിരിപ്പ് യോഗമാണെങ്കിലും സ്വാഭാവികമാണെങ്കിലും തുടങ്ങേണ്ട പാട്ട് എന്നാന്ന് ഇതുവരെ അറിയത്തില്ല. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, അവർക്കൊരു ബോധവും ഇല്ലെന്ന. ഞാൻ എപ്പോഴും പറയും, അടുത്ത കാലത്ത് ഞങ്ങളെ സ്ഥലപ്പേര് മറന്നുപോയി, എവിടാ, ചെറയറമ്പ് ഒരു കുഞ്ഞിന്റെ പ്രതിഷ്ഠയും കൂടാ. എന്നെയും കൂടെ വിളിച്ചു വചന ശുശ്രൂഷയ്ക്ക്. ഞാനും ചെന്നു. നമുക്ക് വേണ്ടപ്പെട്ടൊരു വീടാ. അപ്പൊ അവിടുത്തെ ലീഡ് ചെയ്ത് ഉപദേശിച്ച് പ്രാർത്ഥിച്ചങ്ങോട്ട് ആരംഭിച്ചു. അവിടെ പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഇതുപോലെ സഹോദരിമാര് സഹോദരന്മാര് സഭയിലെ മൂപ്പന്മാർ എല്ലാവരും ഉണ്ട്. നമ്മൾ അതിഥികളായിട്ട് ചെല്ലുന്നവർ നമ്മളല്ലല്ലോ ഇത് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചില സഭയെ ചിലരെ ആക്കിയിട്ടുണ്ട്. നമ്മളതിന് കയറിക്കൊണ്ടാളിയാ വഴക്കുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമുക്ക് അവസരം കിട്ടുമ്പോൾ പാടിയാൽ മതിയല്ലോ. ചിലപ്പോൾ അവരുടെ സഭയിൽ ഈ ആസ്ഥാന പാട്ടുകാരുണ്ട്, ആസാപ്പന്മാരും. അപ്പം അതുകൊണ്ട് നമ്മൾ വേണ്ടിയില്ല. പാസ്റ്റർ പറഞ്ഞൊരു പാട്ട് പാടാൻ, ആരും പാടുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു പാട്ട് പാട്, ആരും പാടുന്നില്ല. യോഗം തുടങ്ങാൻ പോവുക. പിന്നെ പാടാൻ പറഞ്ഞു. അപ്പോൾ ഒരു തള്ള ഉടനെ പാടുക, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഒരു യോഗം തുടങ്ങുക. ഞാൻ തമാശ പറഞ്ഞതല്ല, നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതുമല്ല, പോഷ്കും പറഞ്ഞതല്ല. ഈ ഷൂപ്പാസും സാക്ഷിയാ. എന്നെ ചെയ്യാനാ? പാട്ട് മോശമാന്നല്ല, ഒരു യോഗം തുടങ്ങുമ്പോൾ ആ പാട്ടാണോ പാടണ്ടേ? ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. തള്ളാടെ നിപ്പൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. ഞങ്ങൾക്കൊരു TCOS ഉണ്ടായിരുന്നു. ഒരുത്തനെ കയറി പാടി ശാന്ത തുറമുഖമായിട്ട്. അപ്പം പുള്ളി പറഞ്ഞു, അവൾ തുറമുഖത്ത് അടുത്തു, നീ എവിടെ ആയെന്ന് ചോദിച്ചു. ശാന്ത തുറമുഖത്ത്. ചിലക്കെ സന്ദർഭോചിതമായിട്ടൊന്നും അറിയത്തില്ല. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ, എബ്രായ ക്രിസ്ത്യാനികൾ ദൈവത്തോടും ദൈവസഭയോടും കൂട്ടായ്മയോടും അടുത്ത് നിന്നവരാ. സ്തോത്രം. ഞങ്ങളെ സിറിൽ പാസ്റ്റർ ഞാനും ഒന്നിച്ച് ബൈബിൾ സ്കൂളിൽ പഠിച്ചതാ. എൻ്റെ സീനിയറാ, പക്ഷെ ഗ്രാജുവേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. ഇദ്ദേഹം അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച് കഴിഞ്ഞാണ് അത് കഴിഞ്ഞ അപ്പം പാതിയപ്പള്ളിയിലെ കുഞ്ഞവറാച്ചൻ നടത്തുന്ന ബൈബിൾ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. സിറിൽപാസ്റ്റും ഉണ്ട്. ഒരിക്കൽ ഞങ്ങൾ പരസ്യോത്തിന് പോകാൻ നേരത്ത് കുഞ്ഞവറാച്ചായനും ഉണ്ട്. ഇപ്പം ക്ഷീണിതനായിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരസ്യോത്തിന് പോവുക, ആരാ പരസ്യോത്തിന് പാട്ട് പാടുന്നേ? അപ്പം പറഞ്ഞു, 1-2 പേരുടെ പേര് പറഞ്ഞു. നമ്മുടെ എസൻപുരത്തെ കോര പാസ്റ്ററുടെ മകനെ സാബു പാസ്റ്റർ, ഇപ്പം അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, നല്ല മനുഷ്യനാണ്. സുൽ പാസ്റ്റർ ഓർക്കുന്നുണ്ട്. അപ്പം സാബു എഴുന്നേറ്റു. അപ്പം കുഞ്ഞറാച്ചൻ ചോദിച്ചു, ഏത് പാട്ടാ പാടുന്നത്? സാബു നല്ലൊരു ദൈവദാസനാ. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പരമാർത്ഥ മനസ്സോടെ പറഞ്ഞു, ഇന്ന പാട്ടാണ്. ഉടനെ കുഞ്ഞറാച്ചൻ പറഞ്ഞ ആ പാട്ടൊന്ന് പാടിക്കേ. സാബു ആ പാട്ട് പാടി. പഴയ പാട്ടാ, പരസ്യക്കാരൊക്കെ പാടുന്നതാ.
കിഴക്കു പടിഞ്ഞാറങ്ങു തെക്കു വടക്കുമായി വചനമന്വേഷിച്ചങ്ങലഞ്ഞു നടക്കും. അന്ന് യൗവനക്കാരെല്ലാം അവിടവിടെയായി ബോധം കെട്ടങ്ങു വീഴും. അന്ന് യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴും. പാടി നല്ല പാട്ടാ. കരുണയും കാലങ്ങൾ മാറിയിടി വന്ന പിന്നെ കുഞ്ഞറാച്ചൻ പറഞ്ഞു, സഹോദരനെ ബോധം കെടുന്ന പാട്ട് പാടണ്ട, ബോധം വരുന്ന പാട്ട് എന്നാ ചെയ്യാനാ. പക്ഷെ അത് നല്ല പാട്ടായിരുന്നു. അപ്പൊ ചിലർക്ക് ഇത് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ. അത് ഗായക സംഘമാന്നേലും സഭയിൽ പാടുന്നവരാന്നേലും കർത്തൃ ശുശ്രൂഷകരാന്നേലും ഒരു യോഗം തുടങ്ങുമ്പോൾ സ്തുതിഗീതം പാടണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, നമുക്ക് വല്ലതും കിട്ടുന്ന പാട്ടല്ല പാടേണ്ടത്, ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട് പാടണം. അതിനാ പാട്ട് പുസ്തകത്തിൽ സ്തുതിഗീതങ്ങൾ എന്ന് എഴുതിയേക്കുന്നത്. എന്ത് ചെയ്താൽ അത് പഠിക്കുകയല്ല. അത് പോട്ടെ. അപ്പൊ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ വളരെ തീക്ഷ്ണതയോടെ നിന്നവരാ. അവരുടെ തീക്ഷ്ണതയുടെ വിശേഷതയാണ് 32 വാക്യം. കർത്തൃദാസൻ എന്നൂടെ വായിച്ചാട്ട് 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം. ആ പ്രകാശനം എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ വെളിച്ചമായ, ലോകത്തിന്റെ വെളിച്ചമായ സാക്ഷാൽ തേജസ്സുള്ള യേശു ക്രിസ്തുവിനെയാ കാണിക്കുന്നത്. അപ്പോൾ അതാണ് വെളിച്ചം. ആ വെളിച്ചം പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ ആരംഭ സമയത്ത് കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടിയായി ഇവർ പോകുന്നത്. കഷ്ടങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനമുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തിയും. പിന്നെ താൻ അനുഭവിച്ച കഷ്ടതയും അപ്പോസ്തലന്മാർ അനുഭവിച്ച കഷ്ടത കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 4-ലും 2 ലേഖനത്തിൽ 11-ലും ഒക്കെ വളരെ അടുക്കടുക്കായിട്ട് പൗലോസ് പറഞ്ഞല്ലോ. കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പട്ടിണി, പൈതാകം, നഗ്നന ആപത്ത്, അവൻ ഉറക്കളപ്പ്, വെള്ളത്തിൽ രാത്രി കഴിച്ചു, കോണിനാൽ അടികൊണ്ട് കല്ലേറിലകപ്പെട്ടു. എന്തെല്ലാം വൈതരണങ്ങളും പീഡകളും ഇതെല്ലാം സഹിച്ചിട്ടും ഈ മാർഗമിട്ടേച്ച് പുറകോട്ട് പോയില്ല. ഇതെല്ലാം സഹിച്ചിട്ടും അവൻ ക്ഷീണിച്ചില്ല, പതറിയില്ല, ധീരതയോടെ കർത്താവിനെ സേവിച്ചു. പ്രൈസ് ദി ലോർഡ്. പുതിയ ഉപദേശക്കാര് ചെല്ലു പറയുന്നത് കഷ്ടമൊന്നുമില്ലെന്ന. യേശുവിനെ അറിഞ്ഞ എല്ലാ കഷ്ടവും മാറുമെന്നൊക്കെയാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ദുരുപദേശമാണ്. കഷ്ടത എന്നുള്ളത് തിരുവചനം പഠിക്കുവാൻ നിങ്ങൾക്കറിയാം, അതൊരു വരവും കൂടാ. അതൊരു വരമാണ്. സ്തോത്രം, വരമാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും, മക്കതോന്യക്കാർക്ക് ലഭിച്ച ദൈവകൃപയെ പൗലോസ് പറയുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചു. ഭയങ്കര ദൈവകൃപ. ആ ദൈവകൃപയുള്ളവരുടെ വിശേഷതയൊന്ന് വായിച്ചു. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മക്കതോന്യ സഭകൾക്ക് ഭയങ്കര ദൈവകൃപയാ ലഭിച്ചത്. ആ ദൈവകൃപ എന്നതാണെന്ന് പൗലോസ് അവിടെ തെളിയിക്കുക. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അതെന്തുവാ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും ദൈവകൃപ ലഭിച്ച ഇവര് കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടാ പോകുന്നത്. ഇന്ന് കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ ആരേലും പോയാൽ പുതിയ ആൾക്കാർ പറയും ശാപമാണെന്ന് പറയും. അടിക്കുന്ന ഒരാള് കോഴിക്കോട്ടുണ്ട്, നമുക്ക് വിളിച്ചോണ്ട് വരാം. പണ്ടുണ്ടായിരുന്നു ബലൂണെല്ലാം ചവിട്ടി പൊട്ടിച്ചേച്ചാണെന്ന്. ഏതൊക്കെയാണോ തിരുവല്ലായി പണ്ട് പേരൊന്നും പറയത്തില്ല. ഒരാൾ യോഗം നടത്തിയപ്പോൾ വന്നവനെല്ലാം ഛർദ്ദിക്കുക. അപ്പം ഈ വാളണ്ടിയേഴ്സ് എല്ലാവർക്കും പ്ലാസ്റ്റിക് കൂട് കൊടുക്കുക, ബെറ്റിക്കൂട്ട് കൂട്. എല്ലാവരും കൂട് മേടിച്ച് അങ്ങ് ഛർദ്ദിക്കുക. അത് ഒരു ശുശ്രൂഷയാണ്. വന്നത് മുഴുവൻ പാട്ടക്കാലായി പണ്ട് ഒരാളുണ്ടെന്ന് എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കുക. പെണ്ണുങ്ങളെല്ലാം ഏണി നിന്ന് അങ്ങ് ഛർദ്ദിക്കുക. എണ്ണ കുടിച്ചാൽ പിന്നെ നോക്കാനും വരികയല്ലേ. എന്തെല്ലാം ബുദ്ധിമുട്ടും വൈതരണിയാന്ന് ഓർത്തോണം. ഇത് മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും. അപ്പോൾ ഇവര് ദൈവകൃപയുള്ളവരാ, ഭയങ്കര കൃപയാ. ആ കൃപ പ്രാപിച്ച കൃപയുള്ള ഇവരെ പറ്റി പറയുക കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടാ പോകുന്നത്. ഇന്ന് രാത്രി ചില കഷ്ടതകളും പോരാട്ടങ്ങളും വരുമ്പോൾ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം നിന്നെ മറന്നിട്ടില്ല. ദൈവം നിന്നെ അറിയാത്തത് കൊണ്ടല്ല, ദൈവം നിന്നെ അവൻ ഉപേക്ഷിച്ചതല്ല. ഇതൊരു ദൈവകൃപയാ. പ്രൈസ് ദി ലോർഡ്. പഴയ പാട്ടിലുണ്ട്, കഷ്ടതകൾ ദൈവമേ എന്നവകാശം തന്നെയല്ലോ, കഷ്ടതകൾ ദൈവമേ അവകാശം
സഹിപ്പാനും പ്രാപ്തിത തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. എന്നെ കേൾക്കുന്ന പ്രിയരെ, കഷ്ടത ഒരു കൃപയാ. അവിടെ വായിക്കുന്നത് കഷ്ടത എന്ന കഠിനശോധനയിൽ കൂടി പോയിട്ടും അടുത്തത് അവരുടെ സന്തോഷ സമൃദ്ധി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവരുടെ കൃപ എന്നാന്ന് ചോദിച്ചാൽ, കൃപ പ്രാപിച്ചവര് ഒന്ന് കഷ്ടത എന്ന കഠിനശോധനയ്ക്കകത്തൂടാ പോകുന്നത്. അടുത്ത വാക്യത്തിലുണ്ട് മഹാദാരിദ്ര്യവും. സ്തോത്രം. ഒന്ന് കഷ്ടത എന്ന കഠിനശോധന, രണ്ട് വെറും ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം. കൃപ പ്രാപിച്ചവരാ, യേശുവിനെ അറിഞ്ഞവരാ, യേശുവിനെ ശുശ്രൂഷിക്കുന്നവരാ, യേശുവിനെ ആരാധിക്കുന്നവരാ, യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരാ. പക്ഷെ ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കഷ്ടത എന്ന കഠിനശോധന, രണ്ട് മഹാദാരിദ്ര്യം. ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടി പോകുമ്പോഴും അവർക്ക് രണ്ട് വിശേഷതയുണ്ട്. അതാണ് ഒന്നാമത്തെ വിശേഷത, സന്തോഷ സമൃദ്ധി. രണ്ടാമത്തത് അടുത്ത വാക്യത്തിലുണ്ട്, മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി ഈ തീർന്നു. മഹാദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പോൾ ഔദാര്യം കാണിക്കുന്നത്. നമ്മളെ വല്ലതും കൊടുക്കാൻ ഉദ്ദേശമൊക്കെ ഉണ്ട്, പക്ഷേ ഇച്ചിരൂടെ ഒന്ന് ആകട്ടെ മാസ്റ്റർ എന്നാ പറയുന്നത്. പക്ഷേ കൺവെൻഷന് വേണ്ടി എന്തെങ്കിലും തരണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ആകുന്നില്ല. പക്ഷേ തിരുവചനം പഠിപ്പിക്കുന്നത് മഹാദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പോഴും ഔദാര്യം കാണിക്കുക. അതെല്ലാരെ കൊണ്ട് ഒക്കത്തില്ല, കൃപയുണ്ടേലേ ഒക്കുള്ളൂ. അത് ദൈവകൃപ പ്രാപിച്ചവർക്കേ സാധിക്കൂ. അപ്പോൾ ആരംഭകാലത്ത് എബ്രായ വിശ്വാസികൾ ഈ ശോധന കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം, ആരംഭകാലം അങ്ങനെ. മാത്രമല്ല ആരംഭകാലത്ത് ഇവരുടെ വിശേഷത 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ച 6 വാക്യം വായിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ, ആരംഭകാലത്ത് ഇവര് കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്തവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ ചിലപ്പം പറയാനുണ്ട്, ചിലർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. ഈ തിരുവല്ലയിൽ നിന്ന് കുമ്പനാട് വഴി പത്തനംതിട്ട വരുമ്പോൾ റാന്നി, കോന്നി ചില ഭാഗങ്ങള്, പിന്നെ അങ്ങ് തൃശ്ശൂർ സൈഡില് ആൽപ്പാറ സൈഡെല്ലാം, അതുപോലെ നെല്ലിക്കുന്നം, ആൽപ്പാറ, പഴഞ്ഞി, കുന്നംകുളം ആദിയായി സൈഡ്, പിന്നെ തിരുവല്ല, മേപ്പറ സൈഡ്, കൊട്ടാരക്കര, തൃക്കണ്ണമംഗല ആ ഏരിയകള്, അതുപോലെ ഉമ്മന്നൂര് ആ സൈഡൊക്കെ പഴയ പെന്തിക്കോസുകാരുള്ള ആ സ്ഥലങ്ങളിലൊക്കെ നല്ല നല്ല വീടുകളും ചുറ്റുപാടുകളും വന്നു. അതിപ്പോഴത്തെ 2, 3, 4 തലമുറയുടെ മെച്ചം കൊണ്ടൊന്നും കിട്ടിയതല്ല. നിങ്ങൾ സ്തോത്രം പറയലെന്ന് എനിക്കറിയാം. നിങ്ങളെ പറഞ്ഞാലും പറഞ്ഞില്ലേലും എനിക്കത് വിഷയവുമല്ല. സ്തോത്രം. നിങ്ങളെ എല്ലാം കൂടെ സ്തോത്രം പറയിപ്പിക്കാവുന്ന കോൺട്രാക്ട് എടുത്ത് നടന്ന ആളുമല്ല ഞാൻ. വേണേ പറഞ്ഞാൽ മതി. ഒരു കാര്യം പറയാം, 4-ാം തലമുറ 5-ാം തലമുറയുടെ ഗുണം കൊണ്ടൊന്നും കിട്ടിയതല്ല. ഇവരുടെയൊക്കെ പിതാക്കന്മാർ കുടുംബത്തെക്കാൾ ഉപരി, മക്കളെക്കാൾ ഉപരി, വീടിനേക്കാൾ ഉപരി ഈ സുവിശേഷത്തെ സ്നേഹിച്ചു. അത് മറന്നു കളഞ്ഞില്ല ദൈവം. കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തില്ലെങ്കിലും സുവിശേഷ വേലക്കാരെ സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. സ്തോത്രം. വീട്ടിലെ പല കാര്യം ഇട്ടേച്ച് സഭയ്ക്ക് വേണ്ടി പല കാര്യം ചെയ്തു. അവരെ ഒന്നും ദൈവം മറന്നില്ല. കാരണം പുസ്തകത്തിലെ വാക്യം മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, നീ കർത്താവിന്റെ വേലയ്ക്ക് ചുമല കൊടുത്താൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനം കൊണ്ടും സംസാരം കൊണ്ടും പണം കൊണ്ടും ശരീരം കൊണ്ടും ഏത് വിധേനയും നിന്നാലാവും വിധം ഈ മാർഗത്തിന് വേണ്ടി നീ നിന്നാൽ, അവിടുത്തെ വരവ് താമസിച്ചാൽ നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല, നിന്റെ തലമുറ അനപ്പതിക്കത്തില്ല, നിന്റെ കുടുംബത്തിൽ ദോഷം വരികയില്ല. യഹോവയുടെ ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. ദൈവം വിശ്വസ്തനാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. പ്രൈസ് ദി ലോർഡ്. തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തൻ തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, ഓ തിരുസന്നിധിയിൽ ചേർത്തു കൈകളാൽ അവരോട് കണ്ണുനീർ തുടച്ചിടുവാൻ, തിരുസന്നിധിയിൽ
ചേർത്തുത കൈകളാൽ അവരോട് കണ്ണുനീർ തുടച്ചിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും ആളുകൾ നമ്മുടെ ആദികൾ അധികമില്ലിനിയും ആളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ പ്രാരംഭകാലങ്ങളിൽ ആരംഭ ദിശകളിൽ ഇവര് കർത്താവിന്റെ വേലയ്ക്കും കർത്തൃ ശുശ്രൂഷകളിൽ ചുമല കൊടുത്തു നിന്നവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം ദൈവം മറന്നു കളയത്തില്ല. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഇറങ്ങിത്തിരിച്ചത് വിട്ടുപോകുന്നതെല്ലാം അബദ്ധമായോ എന്നൊരു ചിന്ത. കാരണം യെരൂശലേം പള്ളി, പുരോഹിതന്മാര്, പുരോഹിത വൃന്ദങ്ങള്, പള്ളിയില് സ്ഥാപന ജംഗമ വസ്തുക്കള്, കോടിക്കണക്കിന് വിലമതിക്കുന്ന ഒന്നുകൊണ്ടും നങ്കം കൊണ്ടും നിർമ്മിക്കപ്പെട്ടതായ ഈ വിലപിടിപ്പുള്ള സാധനങ്ങള്, അതിന്റെ ആഢ്യത്വമായ പല കാര്യങ്ങളെല്ലാം വിട്ട് ഉപേക്ഷിച്ചവർ ഇറങ്ങിത്തിരിച്ചു. ആ ഇറങ്ങിത്തിരിച്ച സമയത്ത് തീക്ഷ്ണതയോടെ നിന്നു. കാലക്രമേണ ഇവർക്ക് തോന്നി വിട്ടത് ഉപേക്ഷിച്ചതും ത്യജിച്ചതും വർദ്ധിച്ചതും ഇത് ഉപേക്ഷിച്ചത് അബദ്ധമായോ എന്ന് ചിന്ത അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവർ ക്ഷീണിച്ചു. ക്ഷീണിച്ചതിന് തെളിവ് 2 വാക്യം, ഒത്തിരി വാക്യമുണ്ട്, 2 മതി. ഇപ്പം 6, 12, 12. ക്ഷീണിച്ചതിന് തെളിവ് 6, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ക്ഷീണിച്ചതിന് തെളിവ് മന്ദത. ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം ഒരു ചെറിയ മന്ദതയുണ്ട്. പിന്നെ സ്തുതിക്കാൻ പറയുമ്പം ലേലിയാന്നൊക്കെ പറയാ, കുഴപ്പമില്ല. ഒരു ചെറിയ മന്നിപ്പുണ്ട്. ഉണ്ട്. ചിലര് വസന്ത വന്ന കോഴി ഇരിക്കും പോലെ ഇരിക്കുന്നേ, ഒരു ചെറിയ മന്ദതയുണ്ട്. ആട്ടെ, എന്നാലും വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ വന്നതുപോലെ തിരിച്ചു പോകരുത്, ബലപ്പെട്ടേ പോകാവൂ. അപ്പൊ ഇവർക്കൊരു മന്ദത. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണം. അപ്പൊ ശ്രദ്ധിക്കുക, മന്ദത ക്ഷീണിച്ചതിന് തെളിവാ. ഇനി 12. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. അപ്പൊ കൈ തളർന്നു, കാല് കുഴഞ്ഞു, തെളിവാ ക്ഷീണിച്ചെന്ന്. 6-ന്റെ 12, 12-ന്റെ 12 2 വാക്യത്തിൽ ഇവർ ക്ഷീണിച്ചു. ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്നു. അത് 10:32, 6-ന്റെ 9. കാലക്രമേണ ഇവർക്കൊരു ചിന്ത, വിട്ടത് ഉപേക്ഷിച്ചത് വർജിച്ചത് അബദ്ധമായി. ഇപ്പൊ പെന്തിക്കോസുകാർക്ക് ചിലർക്ക് ഒരു ചിന്ത, കമ്മലും മാലയെ ഊരിയതെല്ലാം അബദ്ധമായോ എന്ന്. ഇടയ്ക്കിടയ്ക്ക് തൂത്തപ്പോ അബദ്ധമൊന്നുമല്ല അല്ലെന്ന് ഇപ്പൊ കുറെ പൊട്ടന്മാരിറങ്ങി പറയുന്നുണ്ട് ഊരണ്ടെന്ന്. ആള് കൂടുമല്ലോ. സ്തോത്രം. ഇത് ആള് കൂട്ടുന്ന മാർഗമല്ല. കാര്യങ്ങൾ പറയുക, ഇത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോ നമ്മുടെ സഭയിലും മിക്കവാറും അങ്ങനെയൊക്കെ വരുമായിരിക്കും. ഇടേണ്ടവർക്ക് ഇടാം, ഇടാത്തവർക്ക് ഇടണ്ട, ഊരണ്ടവർക്ക് ഊരാം, ഊരണ്ടാത്തവർക്ക് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും വശമില്ല, അതുകൊണ്ടല്ല ഇംഗ്ലീഷ് പറഞ്ഞത്. ആസ് യു ലൈക്ക്. തെറ്റിയോ? പറ, തെറ്റിയെങ്കിൽ തെറ്റിയെന്ന് പറ. തെറ്റിയില്ലേ, ഞാനിത് എങ്ങനെ ഒപ്പിക്കുന്നെന്ന് എനിക്കും ദൈവത്തിനും അറിയാമോ. തെറ്റി വച്ചാ ഇതിപ്പോ അങ്ങനെ ആയി വന്നിരിക്കുക. ഇതിന് വില കൊടുത്തവരുണ്ടെന്ന്, ഇതിനു വേണ്ടി നിന്നവരുണ്ടെന്ന്. തങ്കച്ച മീശ പഠിച്ചത് അബദ്ധമൊന്നുമല്ല. നീ കരിക്കിന്റെ മോന്ത കത്തിയൊന്നും പറഞ്ഞ് ദോത്രം പറഞ്ഞിരിക്കരുത് നിരാശയോടെ. അബദ്ധമൊന്നുമല്ലെന്ന്. ഇത് ഉപേക്ഷിച്ചത് മണ്ടത്തരമൊന്നുമല്ല. നീ മറ്റ് ചടങ്ങുകൾക്ക് പോകുന്നില്ലല്ലോ, അത് മണ്ടത്തരമൊന്നുമല്ല. നീ വേർപാട് പാലിക്കുന്നത് അബദ്ധമൊന്നുമല്ല. ആൾക്കാർ നിന്നെ ആക്ഷേപിക്കും, പരിഹസിക്കും, നിന്ദിക്കും, പഠിക്കും. അവൻ നിന്നെ പലതും പറയും. പക്ഷെ നീ അതൊന്നും ഗണ്യമാക്കണ്ട. അവൻ പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്. നിന്നെ ആദരിക്കുന്നൊരു ദിവസമുണ്ട്. നിന്നെ ബഹുമാനിക്കുന്നൊരു ദിവസമുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ എല്ലാവരും അങ്ങ് ചെല്ലുമ്പോഴേ ഈ വിധത്തിലൊക്കെ നിന്ന് വീടുകളും നിന്നുകളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ച് വിശ്വാസ മാർഗത്തിന് വേണ്ടി അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി അങ്ങനെയാണെന്നല്ല യൂദാ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി 20-ാം വാക്യം പറയുക, അതിവിശുദ്ധ വിശ്വാസം. ഇത് നമ്മുടെ വിശുദ്ധി കൊണ്ട് തന്നതല്ല, ഇത് വിശുദ്ധനിൽ നിന്ന് കിട്ടുകയല്ല. ആരാ വിശുദ്ധൻ? യേശുക്രിസ്തു ആകുന്ന വിശുദ്ധനിൽ നിന്ന് ഈ വിശ്വാസം ലഭിച്ചത് കൊണ്ട് ഇത് അതിവിശുദ്ധ വിശ്വാസം. ഈ വിശ്വാസത്തിന് വേണ്ടി നീ പോരാടണം. അങ്ങനെ പോരാടുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരും. പൗലോസ് എബ്രായത്തിൽ പറഞ്ഞല്ലോ, സമ്പത്തുകളുടെ അപകാരമൊക്കെ സന്തോഷത്തോടെ സഹിക്കണം. വസ്തു ബാഗ് ഓടമ്പടി ചെയ്യുമ്പോ തരത്തില്ല, ഉടനെ വെണ്ടറെ തല്ലാനും വല്യപ്പന്റെ കൊങ്ങായിക്കും പിടിക്കരുത്. ബന്ധിക്കോസാനും പറഞ്ഞേ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. വസ്തു ബാഗ് ഓടമ്പടി വെക്കുമ്പോ ചിലപ്പോ കിട്ടുകയല്ല, നീ സ്തോത്രം പറയണം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുക, എനിക്ക് നല്ലൊരു അവകാശം തന്നിരിക്കുക. അപ്പറകാൻ പറഞ്ഞതുപോലെ പറ. സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരു പേര് വരാതിരിക്കേണ്ടതിന് അത് ഗുഡ് ന്യൂസിലും മെസഞ്ചറിലും അല്ലേലിയായി സങ്കീർത്തനത്തിലും അവൻ മനോരമയിലും ഒരു ന്യൂസിലും വരണ്ട. അവൻ സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കിയെന്ന് നാളെ ഒരു പേര് വരാതിരിക്കേണ്ടതിന് നിന്റെ ചരടാകട്ടെ ചെരുപ്പ് പാറാകട്ടെ എനിക്ക് വേണ്ട. കാരണം ഞാൻ അത്യുന്നതനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. എന്നെ അനുഗ്രഹിക്കാമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്, എന്നെ ഉയർത്താമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്, എന്നെ ആദരിക്കാമെന്ന് ഒരുവന്റെ വാഗ്ദത്തമുണ്ട്. ചെയ്ത ദൈവം വിശ്വസ്തൻ. നിന്നെ അനാഥനായിട്ട് വിടത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കണ്ട് നരളി ചെയ്ത യേശു ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദോഷം നിരൂപിക്കുന്നവരും ദോഷം അവൻ ഒപ്പിക്കുന്നവരെ കൊണ്ട് വചനത്തിൽ എഴുതിയെന്ന് അവൻ കുടി കുടിക്കുന്നവൻ കുടിക്കാത്ത വീട് വന്ന കുടി കുടിച്ച സൂക്ഷം കുടിക്കാത്ത വീടും. കല്ലുരുട്ടുന്നവൻ അത് തിരിഞ്ഞു വന്നോളും. നീ ചെയ്യേണ്ട കാര്യം മുട്ടയിലിരിക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ ഒരു നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം അങ്ങ് തിരിക്കും. ദൈവത്തെ കൊണ്ട് കഴിയാത്തൊരു കാര്യവുമില്ല. നീ ചെയ്യേണ്ടത് കേസിനും കോടതിക്കും മടക്കിനും പുക്കാറിനും പോകാതെ മുഴങ്കാലും മേലിരുന്ന് ജാഗരിക്കണം. ഉന്നതനും ഇത് ഒരു ഉന്നതനുണ്ട്, അത്യുന്നതൻ നിനക്ക് വേണ്ടി ജാഗരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി മുഴങ്കാലും മേലിരുന്ന് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്ക്, ധൈര്യത്തോടെ നിൽക്ക്. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്ന ഇവര് ഇടക്കാലത്ത് ക്ഷീണിച്ചു. തളർന്ന കയ്യും കുടഞ്ഞ മുഴങ്കാലുമൊക്കെ ക്ഷീണിച്ചപ്പോൾ ഇവർക്ക് ഒരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ? അപ്പോൾ ആ വിട്ടുപോകുന്നത് അബദ്ധമല്ലെന്ന് തെളിയിക്കാനാ ഓരോ അധ്യായത്തിൽ യേശു ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചത്. അപ്പോൾ 10-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വാ. നിങ്ങൾ അകന്ന് നിൽക്കരുത്, മാറി നിൽക്കരുത്, ഒളിഞ്ഞിരിക്കരുത്, അവന് ദൂരം മാറിയിരിക്കരുത്. നിങ്ങൾ ധൈര്യത്തോടെ അടുത്തു വരണം. ഓടിച്ച ഭാഗം അങ്ങ് വിടാം. ധൈര്യത്തോടെ അടുത്തു വരണം. ഈ അടുത്ത് വരണമെന്ന് ഇവരെ ആഹ്വാനം ചെയ്യുമ്പോൾ 2-3 കാര്യം ചൂണ്ടിക്കാണിച്ചാ പറയുന്നത്, നിങ്ങൾ ധൈര്യത്തോട് അടുത്ത് വരാൻ. ഒന്ന്, യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അകന്ന് നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ധൈര്യത്തോടെ ഇന്ന് രാത്രി അടുത്ത് വാ. യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്തൻ വഴി ഒരുക്കിയിരിക്കുക. ആമേൻ. അവിടുത്തെ ഭൂമേനി നമുക്കായി തകർക്കപ്പെട്ടു. ചാട്ടവാറിന്റെ ഘോരമായ പ്രകരമേറ്റ് ആമേൻ ചാട്ട അടിച്ച് വലിക്കുമ്പോൾ മാംസം ശരീരത്തിൽ നിന്ന് പറഞ്ഞ് ഇറുന്ന് മാറിപ്പോകയാ. ആമേൻ. സങ്കീർത്തനകാരൻ ആത്മാവിലെഴുതി, അവിടുത്തെ മുതുക ഉടവജാല് പോലെ നീളത്തിൽ കീറി, അങ്ങനെ കീറി ചീന്തി എനിക്ക് നിങ്ങൾക്കും ഒരു പുത്തൻ വഴി തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹിത സുഹൃത്തെ, പ്രിയപ്പെട്ടവരെ, അകന്ന് നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ഇന്ന് രാത്രി നീ ഏത് കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, അകന്ന് നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തു വാ. അവിടുത്തെ തിരുമേനി നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവിടുത്തെ ഭൂമേനി നിനക്കായി തകർക്കപ്പെട്ടു. അവിടുത്തെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി നിനക്ക് ഒരുക്കിയിട്ടിരിക്കുക.
അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വാ. രണ്ട്, അടുത്ത് വരാൻ അവിടെ പറയാൻ കാരണം ഒരു പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആ പരിശുദ്ധ രക്തമുള്ളത് കൊണ്ട് നീ ധൈര്യത്തോട് അടുത്തു വാ. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും ആ പരിശുദ്ധ രക്തം ഹിമം പോലെ വെളുപ്പിക്കും. നിന്റെ അകൃത്യങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അവിടുത്തെ രക്തത്താൽ അത് ശുദ്ധീകരിച്ചു തരും. യേശുവിന്റെ രക്തം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുക. ഈ രക്തത്തിന്റെ വിശേഷത ഇത് വിലയേറിയ രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് പുണ്യാക രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് സംസാരിക്കുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്നതാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് സൗഖ്യം തരുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് പാപം മോചിക്കുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത നമുക്ക് ജയം തരുന്ന രക്തമാ. ഈ രക്തത്തിന്റെ വിശേഷത ഇത് പുണ്യാക രക്തമാ. ആറ്റുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുപസവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, യേശുവിന്റെ പുണ്യായ രക്തം, പാപം മോചിക്കുന്ന രക്തം, രോഗം സൗഖ്യമാക്കുന്ന രക്തം, നിനക്ക് സമാധാനം തരുന്ന രക്തം, നിന്റെ മാറയെ മതിരിപ്പിക്കുന്ന രക്തം, നിന്റെ ഭാവിയെ തിരിച്ചുവിടുന്ന രക്തം, നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്ന രക്തം, നിനക്ക് വേണ്ടി അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന രക്തം. ഇന്ന് രാത്രി അവിടുത്തെ പരിശുദ്ധ രക്തം അവിടെ വ്യാപരിക്കുന്നു. ഇറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ, ആവശ്യമില്ലാത്തത് പറഞ്ഞ് അകന്നു പോകാതെ ഇന്ന് രാത്രി ധൈര്യത്തോടെ നീ അടുത്തു വാ. നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്, നിന്നെ രക്ഷിക്കുന്ന യേശുവുണ്ട്, നിന്നെ വിടുവിക്കുന്ന യേശുവുണ്ട്, നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന യേശു ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ധൈര്യത്തോടെ അടുത്തു വാ. അത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് കിടുമേ. സത്യവചനം കേട്ടു നീ നിത്യജീവൻ. ഓ നിൻപേരു ജീവ പുസ്തകത്തിൽ നിൻപേരു ജീവ പുസ്തകത്തിൽ എഴുതിടുമേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിടുത്തെ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. അതുകൊണ്ട് ഇറച്ചു നിൽക്കാതെ ധൈര്യത്തോടെ അടുത്തു വാ. സ്തോത്രം. 3, അടുത്തു വരാൻ ആഹ്വാനം കൊടുക്കാൻ കാരണം ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഇങ്ങനെ കാണും. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ നമ്മുടെ പക്ഷം പിടിച്ചു വാദിക്കാൻ ആരും കാശ് കൊടുത്താൽ ചിലപ്പോൾ ആള് കാണുമായിരിക്കും. ഇരുത്തി ഒരു ചിരി ചിരിച്ച നിനക്ക് ചിലപ്പോൾ കഴിവ് കാണുകയല്ല, കാശ് കാണുകയല്ല, ആൽബലവും കാണുകയല്ല, IPC വലിയ പിടി വേണ്ട. നിന്റെ ആൾക്കാരും അധികം കാണത്തില്ല, വേണ്ട. ഉള്ളവരെ കുറ്റവും പറയുകയല്ല. ആരുമില്ലേലും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. നിന്റെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിക്കുക. അതുകൊണ്ട് അറച്ചു നിൽക്കരുത്, ധൈര്യത്തോട് അടുത്ത് വാ. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഇവരെ വിളിക്കുന്നത് ധൈര്യത്തോട് അടുത്ത് വരാൻ. ഇവരെ അകന്ന് പോകാൻ 2 കാര്യമുണ്ട്. അതാ കണ്ണിക്കകത്ത് എടുത്തിട്ടുണ്ട്, വിസ്തരിക്കാൻ നേരമില്ല. 2 കാര്യമാണ് അകന്ന് പോകാൻ. 1, ദുർമനസാക്ഷി. 2, ഒരു നല്ല ഹൃദയമില്ല. കാരണം അവിടെ ഒരു പദമുണ്ട്, ശുദ്ധ ഹൃദയത്താൽ തളിക്കപ്പെടാൻ. അപ്പം ശുദ്ധ ഹൃദയം, അപ്പം നല്ലൊരു ഹൃദയം ഇല്ല. ഹൃദയമുണ്ട്, പക്ഷെ ചിത്തശുദ്ധി എന്നാ പറയുന്നത്. പാടാൻ വയ്യെങ്കിലും ഞാൻ ഈ പ്രസംഗിക്കുന്നത് മിക്കതും പാട്ടിനകത്തോടായി വിടുന്നത്. അത് ബോധമുള്ളവർക്കറിയാം. കർത്താ കർത്താ ദേവായിപ്പോൾ ചിത്തശുദ്ധി എന്നാ കൊടുത്തേക്കുന്നത്.
നമ്മുടെ ചിത്തം ഇത് നമുക്ക് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്കും അറിയത്തില്ല, നിങ്ങളുടെ ആരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നത് എനിക്കും അറിയത്തില്ല. അങ്ങനെ ആ ദൈവം ഇത് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. ഇത് അറിയായിരുന്നെങ്കിൽ ഇത്രയും പേര് ഇന്ന് ഇങ്ങനെ ഇത്രയും ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുകയല്ല. അടുത്തിരിക്കുന്നവർ നമ്മളെ പറ്റി എന്തുവാ ചിന്തിക്കുന്നത് പെട്ടെന്ന് നമുക്ക് പിടികിട്ടുക, നമ്മൾ ഇരിക്കത്തുമില്ല. ഇരിക്കുകയല്ലെന്നല്ല, മിക്കവാറും കസേരെടുത്ത് തലക്കിട്ടൊന്ന് കൊടുക്കാൻ ചിലർക്ക്, നമുക്കൊക്കത്തില്ല. ഹൃദയത്തിൽ ഇരിക്കുന്നൊന്നും പിടികിട്ടുകയല്ല. പിന്നെ ചിലരുടെ നോട്ടവും ഇരിപ്പും സംസാരവും പ്രകൃതിയും കാണുമ്പം മൊത്തം അറിയത്തില്ലെങ്കിലും ഏകദേശം കുറെയൊക്കെ. ഉണ്ണായി വാര്യര് പണ്ട് പറഞ്ഞു, ചിത്തം താനത 15 കൃഷിയാങ്കിയാകിരഹ ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ വൈദർഭ്യോടൂജിവാൻ. അപ്പം നന്നായി. ചിത്തം താനത 15 കൃഷിയാങ്കിയാകിരഹ ഉദ്യോഗിച്ചു വിദഗ്ധനാൻ ഖഗവരൻ വൈദർഭ്യോടൂജിവാൻ. കൊണ്ടക്കോളാൽ കലത പുതുകമ്പീലിയെല്ലാം നിവർത്തിക്കൊണ്ടക്കേകി പ്രവരനട കോടാട്ടമാടുന്ന ഭംഗിയും കണ്ടക്കാമി നിജകമനിയാ നീലവേണി നിനച്ചിട്ടിണ്ടൽ കേറ്റം വശകനവിടെ തന്നെ മിണ്ടാതെ നിന്നാൻ. പണ്ട് പഠിച്ചതാ. സന്താപക്നം സകല ജഗതാൻ കന്തനെ മന്ദനം ചെയ്തെന്തായാലും വിഴമുതിനാലൊന്നുമില്ലെന്നുറച്ച് ചിന്താമക്തൻ ചിരം അവിടെ നിന്ന് മയൂരത്തോടെ മയൂര സന്ദേശത്തില്ല. ഉണ്ണായി വാര്യര് പാടിയിരിക്കുന്നത് ചിത്തം താനത 15 അവനറിഞ്ഞ്. ചിത്തം മനസ്സ് 15 അറിഞ്ഞു. 15 അറിഞ്ഞെന്ന് പറഞ്ഞാൽ പകുതി അറിഞ്ഞു. 10 5 10 പകുതി 5. ചിത്തം താനത 15 അറിഞ്ഞു. അപ്പൊ ഹൃദയത്തിന്റെ പകുതി അറിഞ്ഞെന്ന. ഏറെക്കുറെ നമുക്കൊക്കെ പകുതിയെ പിടികിട്ടുള്ളൂ, പക്ഷെ മുഴുവൻ അറിയുന്നവൻ ദൈവമാണ്. എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന മുഴുവൻ അറിയുന്നവൻ ദൈവമാ. നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന മുഴുവൻ അറിയുന്നവൻ ദൈവമാ. എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പിടികിട്ടുകയില്ല, നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിലും പിടികിട്ടുകയില്ല, പക്ഷെ ഇത് മുഴുവൻ അറിയുന്നവൻ ആ ദൈവം. അപ്പൊ ഇവർ രണ്ട് കാരണത്താൽ അകന്നു പോയത്. ഒന്ന്, ഒരു നല്ല മനസാക്ഷിയില്ല. സഹജീവികളോട്, സഹ ശുശ്രൂഷകരോട്, സഹവിശ്വാസികളോട്, കുടുംബത്തിലുള്ളവരോട്, ഭാര്യയോട്, ഭർത്താവോട്, മക്കളോട്, അയലത്തുകാരോട്, സ്നേഹിതനോട് ഇടപെടുന്നത് ഒരു നല്ല മനസാക്ഷിയില്ലല്ലോ ചിലർക്ക്. ഇല്ല. ഹൃദയവും അത്ര ശുദ്ധമല്ല. എല്ലാറ്റിനേക്കാളും കപടമുള്ളതാണ്. പിന്നെ ചിലരെ കുഴപ്പം, അവരുടെ കുഴപ്പമല്ല, അവർ ഹൃദയം കർത്താവിന് കൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തതാണ്. ഹൃദയമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കൊരു നല്ല ഹൃദയം വേണം. ആസാവ് പാടി, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നമ്മുടെ കർത്താവ് അതാ പഠിപ്പിച്ചത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നല്ലൊരു ഹൃദയം. അധികം വിവരിക്കുന്നില്ല, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവിടെ രണ്ട് കാരണത്താൽ അകന്നു പോയെന്ന് ആ കണ്ണികയ്ക്കകത്ത്. ഒന്ന്, നല്ല മനസാക്ഷിയില്ല. രണ്ട്, ശുദ്ധ ഹൃദയോ ഇല്ല. രണ്ട് കാരണത്താൽ അകന്നു പോയവരെ മൂന്ന് കാരണം കാണിച്ച അടുത്തോട്ട് വിളിക്കുന്നത്. ഒന്ന്, ദേഹമെന്ന തിരശ്ശീല ഒരുക്കി ചിന്തി വടിയൊരുക്കി അടുത്ത് വരണം. രണ്ട്, പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്, അടുത്ത് വാ. മൂന്ന്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് അടുത്ത് വാ. ഇനി അടുത്ത് വരാൻ പറയുമ്പോൾ പെട്ടെന്ന് ചാടിക്കയറി അടുത്ത് വരരുത്. രണ്ട് വിധത്തിലെ ശുദ്ധീകരണം നടക്കണം. അതും ആ കണ്ണയ്ക്കകത്തുണ്ട്. ഒന്ന്, ആന്തരിക ശുദ്ധീകരണം. രണ്ട്, ഭാഗ്യശുദ്ധീകരണം. അത് രണ്ടും ആ കണ്ണയ്ക്കകത്തുണ്ട്. ആന്തരിക ശുദ്ധീകരണം, അതാണ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. അങ്ങനെ ഒരു പദമില്ലേ ദൈവദാസനെ? വായിച്ചേ. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. ഹൃദയങ്ങളിൽ തളിക്കണം. അപ്പോൾ ആന്തരിക ശുദ്ധീകരണം ഹൃദയത്തിനകത്ത് തളിക്കണം. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. ദുശ്ചിന്ത, പക, അത് മറ്റേ അങ്ങനെയുള്ള ഒത്തിരി ഹൃദയത്തിനകത്തിരിക്കുകയല്ലയോ. വിദ്വേഷവും പകയും കുശുമ്പും കുഞ്ഞായ്മയും എല്ലാം നാടൻ ഭാഷ പറഞ്ഞ് ഒത്തിരി അകത്തുണ്ട്. ഇതെല്ലാം അകത്ത് വെച്ചോണ്ടാണ് നമ്മൾ ഈ ഗ്ലോറി, വിക്ടറി, കാൽവരി, ജീസസ്, ഗ്ലോറി ടു ഗോഡ്, ജീസസ് എന്നൊക്കെ വെക്കുന്നത്. പാമ്പ് ഈറ്റുമ്പോലും നീ ഇതെല്ലാം അകത്തിരിക്കുക. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, പാസ്റ്റർ എന്നോട് ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ കൺവെൻഷൻ ആയതുകൊണ്ട്, ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട്, ഈ പവർ കോൺഫറൻസ് ആയതുകൊണ്ട് ഞാൻ
ഇപ്പൊ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കത്തുമില്ല. ഞാൻ ചത്താലും കുഞ്ഞുഞ്ഞമ്മേ നീ ചാകാനും ബുദ്ധിമുട്ട് വരും. ഇങ്ങനെ കിടക്കും. നമ്മൾ ചോദിക്കും കണ്ടമാനം വലിക്കുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്നാ? ഓരോന്നോരോന്ന് വെളിയിലോട്ട് കളയുക. ദുശ്ചിന്ത, പക, കോപം. മനസ്സിലാകുന്നുണ്ടാവല്ലോ? നല്ല ബുദ്ധി പറഞ്ഞു തരിക. ഇതിനകം ക്ലിയർ ആകണം. ഇതിനകം സ്തോത്രം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം ആദാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ സുഖികളായി മേപ്പുമതിലിട പ്രിയനുള്ളം തിരതുല്യം. പുഷ്ടിയാലുന്തിന കൺകളില്ലേ അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. പുഷ്ടിയാലുന്തിന കൺകളില്ലേ അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. അതേ സമയത്തെ ഭയപ്പെടുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. അവൻ ധൈര്യത്തോടെ അടുത്ത് വരണം. അപ്പൊ അടുത്ത് വരുമ്പോൾ രണ്ട് വിധത്തിലെ ശുദ്ധീകരണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, അതാണ് ഹൃദയത്തെ തളിക്കുന്നത്. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. ഇന്ന് രാത്രി ഹൃദയങ്ങൾ തളിക്കണം. ഏറ്റു പറ, കർത്താവിനോട് പറ, യേശുവേ എന്റെ പാപം ക്ഷമിക്കണം, യേശുവേ എന്റെ പാപം പൊറുക്കണം. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നെന്നാ. സ്തോത്രം. സകല അനീതിയും പാപമാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ എല്ലാവരും ദുഷ്ടശക്തികൾക്ക് അടിമപ്പെടാൻ സാവകാശവും സാഹചര്യവുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അത് മുഴുവൻ പരിഹരിക്കുന്ന, മോചിക്കുന്ന, ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തം. ആ കർത്താവിനോട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് വരണം. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് എന്റെ ഹൃദയത്തെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അപ്പോൾ ഹൃദയങ്ങളെ തളിക്കുക. അപ്പൊ അത് ആന്തരിക ശുദ്ധീകരണം. അപ്പൊ ഹൃദയങ്ങളെ തളിക്കപ്പെട്ടവരും അടുത്ത പദമാ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും. അത് ഭാഗ്യ ശുദ്ധീകരണം. ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകണം, ഭാഗ്യ ശുദ്ധീകരണം. ഈ ഭാഗ്യശുദ്ധി, ഈ രണ്ട് ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണവും, അത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. പുറം മാത്രം വെടിപ്പായാൽ പോരാ, അകവും വെടിപ്പാക്കണം. അകം മാത്രം വെടിപ്പാക്കിയാൽ പോരാ, പുറവും വെടിപ്പാക്കണം. ഇത് രണ്ടും ദൈവം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഭാഗ്യ ശുദ്ധീകരണം എങ്ങനെ നടക്കും? ശുദ്ധ വെള്ളത്താൽ. അവിടെ ശുദ്ധവെള്ളം എന്ന് വിവക്ഷിക്കുന്നത് നിർമ്മല വചനം, മായമില്ലാത്ത, യാതൊരു കൂട്ടുചേർക്കാത്ത, കുറയ്ക്കാത്ത, കൂട്ടുചേർക്കാത്ത നിർമ്മല വചനം. അതാണ് ശുദ്ധവെള്ളം. നമ്മളെല്ലാം എപ്പോഴും പാടുന്നൊരു പാട്ടിന്റെ വരി പാടുമ്പം ബോധ്യപ്പെടും. ഇങ്ങനെ പോഷിപ്പിക്ക പത്യഭജനമാം ക്ഷീരത്തലന്നെ
നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച്, നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച്. അപ്പൊ ശ്രദ്ധിക്കുക, അതിനകത്ത് തെളിഞ്ഞു നിർമ്മല തോയം. മലയാളം പണ്ട് പഠിച്ചവർക്ക് അറിയാം, തോയം, സലിലം, ജലം എല്ലാം വെള്ളമാണ്. സ്തോത്രം. നിർമ്മല തോയം ശുദ്ധവെള്ളം. ആ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാണ്, നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ. ആമേൻ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാകാൻ നന്മയും പ്രസാരവും ദൈവത്തിന് പൂർണ്ണതയുമുള്ള ദൈവ തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി ഭാഗ്യ ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പൊ ആന്തരിക ശുദ്ധീകരണം, ഭാഗ്യ ശുദ്ധീകരണം രണ്ട് ദൈവം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ വേണം ധൈര്യത്തോടെ അടുത്ത് വരാൻ. ഇങ്ങനെ അടുത്ത് വന്നവരോട് 37-ാമത്തെ വാക്യത്തിൽ പറയുക, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യോഗത്തിന്റെ സമാപന ദിവസമായതുകൊണ്ട് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്ത. യേശു വീണ്ടും വരാറായി. ആമൻ. അടുത്ത് വന്നവരോട് പറയുക, ഇനി നീ വളരെ ശ്രദ്ധിച്ച് ജീവിച്ചോണം, സൂക്ഷിച്ച് ജീവിച്ചോണം, പ്രത്യാശയോടെ ജീവിച്ചോണം. ഓടപ്പരുത്, അലസരായി മടിയോടെ ഉദാസനതയോടെ അവൻ ജീവിക്കരുത്. യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ പ്രതീക്ഷ, പ്രത്യാശ, ആശ നമ്മുടെ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാ. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് കാര്യം ഓർപ്പിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും അങ്ങോട്ട് ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവാകുന്ന യേശു ക്രിസ്തു വീണ്ടും വരുന്നു. കർത്താവിന്റെ വരവിന്റെ ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്കതെല്ലാം അറിയാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ അഭിവാചകം പോലെ നിങ്ങൾ യേശു വീണ്ടും വരും. അതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. അത് കൂടുതൽ ഒരു തെളിവും വേണ്ട. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി ക്രമപ്പെടുത്തി തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുക. അതാ ഏറ്റവും വലിയ തെളിവ്. അവിടെ നിന്ന് പോഷ്ക്ക് പറയുന്നവനല്ല. യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. പണ്ട് ഓടനാവട്ടത്ത് യോർച്ചനോട് ഞാൻ ചോദിച്ചു, യോർച്ച കർത്താവ് വന്നാൽ പോകണ്ടേ? ഒത്താൻ പോകണം. ഒത്താ പോകാനല്ല, നിശ്ചയമായിട്ടും പോകണം. യേശു വീണ്ടും വരും. എന്തിന്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. രണ്ടാമതും പ്രത്യക്ഷപ്പെടുമെന്ന 9-ാം അധ്യായത്തിന്റെ 28. അപ്പോൾ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ 9:28 വായിച്ചേര് ദൈവദാസനെ. ആ ഒടുവിലത്തെ വാക്യം 10 നേരെ മേളിൽ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്നുള്ള പ്രയോഗം വന്നപ്പോൾ ഓർത്തണം. ഒന്നാമത് പ്രത്യക്ഷനായത് എപ്പോൾ? കന്യാസൂനുമായി ഭൂമിയിൽ അവതരിച്ചു. അതെന്തിന്? ഒറ്റവാക്കി പറയാം, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിച്ചു. എങ്ങനെ? നിവൃത്തിയായി എന്ന് ക്രൂശിൽ വെച്ച് പറഞ്ഞു. എങ്ങനെ പ്രാപിക്കാം? വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ. അപ്പൊ ഒരിക്കൽ അത് പാപപരിഹാരം. 26-ാം വാക്യം വായിച്ച 9:26. അങ്ങനെയല്ലയോ തെളിയുന്നത്? അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അടുത്തത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ അവിടുന്ന് ലോകാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷ മനുകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു പ്രത്യക്ഷപ്പെട്ടു. അത് പരിഹാരം വരുത്തുവാൻ തിരുരക്തം നമുക്ക് വേണ്ടി ചീന്തി അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് പാപത്തിന് മോചനമുണ്ട്. ആ പാപമോചനം വരുത്തി യേശു അവൻ കഥാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് പറയും പോലെ തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, ജീവിച്ചു, മരിച്ചു. തിരുവെഴുത്ത് പറയും പോലെ അടക്കപ്പെട്ട്, തിരുവെഴുത്ത് പറയും പോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു, സ്വർഗത്തിൽ പോയി. ഇനി തിരുവെഴുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. അതാ നമ്മുടെ പ്രത്യാശ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ആരെടുക്കപ്പെടും? ഒരു തെളിവ്. അതിനെ ഇപ്പം സമയം എടുക്കുന്നുള്ളൂ. ഒരു തെളിവ്. എല്ലാരും പോകുമെന്ന് പറഞ്ഞ മത്തായിച്ചൻ പണ്ട് പാടിയ പാട്ടിന് താൻ വരുമ്പോൾ ഞാനും പോകും, താൻ വരുമ്പോൾ ഞാനും പോകും, താൻ വരുമ്പോൾ ഞാനും പോകും തന്റെ രാജ്യത്തിൽ, താൻ വരുമ്പോൾ ഞാനും പോകും. പഴയ പാട്ടാ.
ഇന്നാളൊരു തള്ള പറഞ്ഞു, നാട്ടിൽ കേൾക്കാത്ത പാട്ടും എല്ലാം ആയിട്ട് വന്നിട്ട് ഞങ്ങളോട് പാടാൻ പറയരുതെന്ന്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ മാർഗത്തിൽ വരുന്നതിന് മുന്നേ അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. വേറെ പുസ്തകം ഇത് കണ്ടിട്ടില്ല, ഇതിന് മുന്നേ വായിച്ചിട്ടില്ല. ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുമായിരുന്നു, വൈകിട്ടും. ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. ഈ വൃശ്ചികവ്രതമൊക്കെ തുടങ്ങിയാൽ, ഇപ്പോൾ ശബരിമല സീസണല്ലേ, വൃശ്ചികവ്രതം എന്നാണ് പറയുന്നത്. 41 ദിവസവും അമ്പലത്തിലുണ്ട്, നാമം ജപിക്കാനും ഇരിക്കും. ആ സമയത്തൊന്നും ഈ വേറെ പുസ്തകം കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല, എടുത്തിട്ടുമില്ല. സാക്ഷ്യമെല്ലാം പറയുന്നില്ല. എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ഒരു ചെറിയ ജോലിയാണ്. ഈ മാർഗത്തിൽ ആദ്യം ഞാനാ വരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ശരണം വിളിയും കഴിഞ്ഞ് നാമജപവും കഴിഞ്ഞ് എൻ്റെ നെറ്റിയിൽ കളഭക്കുറിയുണ്ട്, ശരീരത്തുമൊക്കെ കളഭക്കുറിയുണ്ട്. ഇതുപോലൊരു ഉത്തരിയൻ ഉണ്ട്. അന്ന് ഒരൊറ്റമുണ്ട് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ ഉത്തരിയും ഉണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്. ഇതുമൊക്കെ ആയിട്ട് വരുന്ന സമയത്തായി ഇതുപോലൊരു യോഗം. വിശദീകരിക്കുന്നില്ല, ആ യോഗത്തിൽ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ മാർഗത്ത് ഞാൻ വന്നത്. അതിനുശേഷമാണ് ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ പാട്ടുകളെല്ലാം പഠിച്ചത്. നിങ്ങളൊക്കെ ഇതിനകത്ത് ജനിച്ച നല്ല കാര്യം, നിങ്ങളെ അഭിനന്ദിക്കുന്നു. ചെല്ലി പറയാറുണ്ട്, ഇവിടുത്തെ പത്തനാപുരത്തെ സ്റ്റാർട്ടിങ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. 500-ൻ്റെ മോട്ടറായിരുന്നു സ്റ്റാർട്ടിങ്. ആട്ടെ, നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാം പാരമ്പര്യമുണ്ട്. പണ്ട് ഗിദയോൻ ചോദിച്ചതുപോലെ നിങ്ങളെ വെച്ച് നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? നിങ്ങളുടെ കയ്യിലല്ലയോ പണ്ട് ദൈവം എബ്രാഹിമിൻ്റെ അബിയേസറിൻ്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എബ്രാഹിമിൻ്റെ കാലാ വെറുക്കുന്നല്ലയോ നല്ലത്? അടുത്ത വാക്യമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പം അവർക്ക് അവനോടുള്ള കോപം ശമിച്ചെന്ന. അപ്പം നിങ്ങൾ ഒന്ന് ശമിക്കട്ടെ. അതിനാ നിങ്ങളെ വെച്ച് നോക്കിയാൽ ഞാൻ ഈ പീത്തയാകുന്ന ഞാൻ എന്തുള്ളൂ? എന്ന ഒരു കാര്യം പറയാം, ഇതിനകത്ത് വന്നതാ ഭാഗ്യം, ഇതെടുത്തതാ ഭാഗ്യം, ഈ മാർഗത്തിൽ വന്നതാ രക്ഷ. മറ്റൊരുത്തലും രക്ഷയില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞ് ദൈവമക്കൾ പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ കേട്ടും ഒക്കെ പഠിച്ചതാ. ദൈവത്തിന് മഹത്വം. ഇതിനകത്ത് വന്നതാ നമ്മുടെ ഭാഗ്യം. യേശു വരാറായി. ഒരൊറ്റ കാര്യം പറഞ്ഞ് എല്ലാവരും പോകുമെന്ന് പറഞ്ഞായിരിക്കുന്നത്. ഒരു തെളിവ്, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാ വിഷയമെങ്കിലും നിങ്ങൾക്ക് അറിവുള്ള വാക്യം 24-ാം അധ്യായം മത്തായിലെ കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് നോഹയുടെ കാലം പോലെ. അത് മഹത്വ പ്രത്യക്ഷതയുള്ള വിഷയമാ ഭാഗത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. എങ്കിലും സന്ദർഭം വന്നുകൊണ്ടൊരു ആശയം പറയാം. നോഹയുടെ കാലം പോലെ. എന്താ നോഹയുടെ കാലത്തിന്റെ വിശേഷത അല്ലെങ്കിൽ പ്രകൃതി? ഒന്ന്, ബോധിച്ചതുപോലെ നടക്കുന്നു. 2, സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു. 3, വാക്യങ്ങളെല്ലാം ഘടിപ്പിക്കുന്നില്ല. ആ കാലം സമയമൊക്കെ പഠിച്ചാൽ പുറകോട്ടിറങ്ങുമ്പോൾ ലാമക്കിന്റെ കാലം 2 ഭാര്യമാരുമായിട്ട് പോകുന്നു. പിന്നെ ഗുണ്ടായിസം. കാരണം ലാമക്കിന് 3-4 പിള്ളേരുണ്ടായി. 2 ഭാര്യ ആദേശില്ലേ. യാബാലും യൂബാലും തൂബൽ കയ്യനും ഒരു പെങ്കൊച്ച നയമാ. 1-ാമത്തവന് കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ് എന്ന് പറഞ്ഞാൽ അവൻ ടെന്റ് മേക്കറാ. അവൻ ടെന്റ് അടിച്ചാ യോഗം നടത്തുന്നത്. നമ്മൾ പഴയ ഒരു തപാകോളുമായിട്ടിരിക്കുക. 60 അടി നീളവും 30 അടി വീതിയും, ഒരു വശം പൊട്ടിയ ഒരു തമ്പേറും. അത് ആയുഷ്കാലമായിട്ട് അടിക്കാൻ ഒരു അച്ചായനുണ്ട്. പുള്ളി തമ്പേറും കമ്പും ആർക്കും കൊടുക്കത്തുമില്ല. വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന, ശാതം വിടാത്തൊരു തള്ളയും തോത്രം പറയാത്തൊരു വല്യപ്പനും. അത് വെച്ചോണ്ട് അടിക്കുക, തീ കത്തിക്കുക. എന്നിൽ ആര് കത്താനാ? എവിടെ കത്താനാ? ഇതാ നമ്മുടെ യോഗം.
അന്നേരം അവൻ അപ്പുറേ പത്തനാപുരം ടൗണിൽ ടെന്റ് അടിച്ച് യോഗം നടത്തുക, കൂടാരവാസികള്. ഇവന്റെ ബ്രദറുണ്ട്, അവനെ ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടുമല്ല, ആ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് അവൻ പിതാവ് എന്ന് പറഞ്ഞാൽ അവൻ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നന്നായിട്ട്. ഇതിപ്പം 2 ഉള്ളു, ഇത് പിന്നെ കുറച്ച് മയമുണ്ട്, ഒന്ന് ചെറുതുമാ, ചിലടത്ത് 4, 5 വെച്ച്, ഇത് കുറച്ചൊക്കെ ഉള്ളു. ഞാനതിന് എതിരല്ല. പിന്നെ വലിയ പറപ്പട്ടി പോലെ ഇരിക്കുന്ന സാധനമുണ്ട്, അതെല്ലാം വെച്ച് അടിച്ച് പെരുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ആട്ടെ, എതിരല്ല. അപ്പൊ കിന്നരവും വേണവും എല്ലാം പ്രയോഗിക്കുന്നവർക്ക് അവൻ തലതൊട്ടപ്പൻ. സില്ലായിക്ക് ഒരു മകനുണ്ടായി, തൂവൽ കയ്യൻ. അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും, ഗുണ്ടായുസം എന്ന് പറഞ്ഞാൽ അവൻ ആയുധം. കമ്മിറ്റി കൂടുമ്പോ അവൻ മലപ്പുറം കത്തിയായിട്ടാ വരുന്നത്, അല്ലെ കസേരയുടെ കാലൂരി അടിക്കും. സ്തോത്രം. നിങ്ങൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചത് ഞാൻ പേടിക്കത്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നോഹയുടെ കാലം. ഗുണ്ടായുസവും ഗുണ്ടകളും ഭീഷണിയും എന്ന് വേണ്ടതെല്ലാം ആയിട്ട് നിൽക്കുക. അപ്പൊ തന്നെ ഒരു കാര്യം പറയാം, ആരാധനയ്ക്ക് ഒരു കുറവുമില്ല. കാരണം 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ആദമിന് ശേത്ത് ജനിച്ചു, ശേത്തിന് ഏനോശ് ജനിച്ചു. ഈ ഭാഗത്തുണ്ട്. ആദാം തന്റെ ഭാര്യയുമായിട്ട് പിന്നെയും ജീവിതം ആരംഭിച്ചു, അവർക്കൊരു കുഞ്ഞിനെ ലഭിച്ചു. കയ്യൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യത്തിൽ അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അവൻ നിന്നില്ല, തുടങ്ങിയെന്ന ആരാധന തുടങ്ങി. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ആരാധന സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ ഇപ്പൊ എവിടാ? ഞാൻ പത്തനാപുരം ടൗണിൽ ഒരു ആരാധന സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ ഇപ്പൊ എവിടാ? ഞാൻ സത്യമുക്കിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ ഇപ്പൊ എവിടാ? ഞാൻ അങ്ങോട്ട് പനമ്പറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ഇടത്ത് വശത്ത് മേളിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. ബ്രദർ എവിടാ? ഞാൻ ആവണീശ്വരത്ത് ഒരെണ്ണം, ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴല്ലേ ആവണീശ്വരം, റൂട്ടൊക്കെ എനിക്കറിയാം. അപ്പം എല്ലായിടത്തും അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ആരാധന. അവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആട്ടെ, നല്ല കാര്യം. ഇപ്പൊ ഒരു ഓർഗനും ഒരു ചെറുക്കനും ഒരു തള്ളയുണ്ടെങ്കിൽ ഒരു സഭ തുടങ്ങാം. ആണെന്ന് ശബ്ദമുള്ള തള്ളയായിരിക്കണം. ആയിക്കോട്ടെ, ഞാൻ എതിരല്ല, തുടങ്ങ്. ഇവന്റെ കാലത്ത് ആരാധന തുടങ്ങി, എല്ലാരും ആരാധിക്കുക. അപ്പൊ തന്നെ മറുവശത്ത് 6-ാം അധ്യായത്തിൽ ബോധിച്ച പോലെ നടക്കുന്നു, ഇഷ്ടമുള്ളത് പോലെ നടക്കുന്നു. 5-ാം അധ്യായമൊക്കെ ചേർത്ത് വെച്ച ഗുണ്ടായുസം. ഇതെല്ലാം നടക്കുമ്പോഴും ആരാധനയ്ക്ക് ഒരു കുറവും. വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ബ്ലസൻ വന്ന് നമുക്കായി ഒരു പാട്ട് പാടും. നമുക്കിട്ടാണോ പാടുന്നേ? ഇവിടെ കർത്താവിന് വേണ്ടി പാടേ. സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയതമന്, അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടിയാ പാടുന്നത്, വിവരിക്കുന്നില്ല അധികം. അപ്പൊ എല്ലായിടത്തും ആരാധന, വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. നല്ലത്, അഭിനന്ദിക്കുന്നു, നടക്കട്ടെ. പക്ഷേ ജനത്തിന്റെ അക്രമവും അനീതിയും ഒക്കെ വർദ്ധിച്ചപ്പോ തമ്പുരാൻ നോഹയെ വിളിച്ചു പറഞ്ഞു, കൃപ ലഭിച്ച നോഹയോട് പറഞ്ഞു, ഇതിനെയെല്ലാം ഞാൻ കൊല്ലും, വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കും. നീ ഒരു കാര്യം ചെയ്യണം, ഒരു പെട്ടകം ഉണ്ടാക്കണം. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഏകമാം വാതായനം, 3 തട്ടുകൾ, പല കോഷ്ടം, സർജര സജ്ജ ചാന്ത് കൊണ്ട് ഇത് നീ ക്രമപ്പെടുത്തണം. നോഹ പറഞ്ഞതുപോലെ ചെയ്തു. ഓടിച്ചു പറഞ്ഞങ്ങ് നിർത്താം. പകല് മുഴുവൻ പ്രസംഗം. വേറെ പഠിതാക്കൾ ഇതിന്റെ ആശയം പറഞ്ഞത്, രാത്രി ആ പ്രസംഗിച്ച കാര്യങ്ങൾ രാത്രി നിന്ന് പണിയിപ്പിക്കുക. ഏറെ നാൾ പ്രസംഗിച്ചു, ആരും ഒന്നും ഗുണപ്പെട്ടില്ല. ആൾക്കാർ പറഞ്ഞു വട്ടാന്ന് പറഞ്ഞു വല്യപ്പന്. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇടയിൽ മുതുക്കന് വട്ട. അപ്പം പിള്ളേര് പറഞ്ഞെന്നാ പറഞ്ഞത്, പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. കൊച്ചുങ്ങൾ പറഞ്ഞടാ, ഏതോ ഒരെണ്ണത്തിന് എന്തോ വിളക്കും, അല്ലെ ഇയാൾ ഇങ്ങനെ അലറേണ്ട കാര്യമൊന്നും. പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. നട്ടുച്ചയ്ക്ക് അടുത്ത രാത്രി വരുന്നത് പൊട്ടനല്ലാതെ വല്ലവരും പറയുമോ? അപ്പൊ ഒരുത്തൻ പറഞ്ഞ്, എടാ സ്ക്രൂ അയഞ്ഞതല്ലടാ. അപ്പൊ മറ്റേ യൂത്ത് ഒരുത്തൻ പറഞ്ഞ്, എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. കിളവൻ ഉറക്കമില്ലടാ, പിച്ചും പ്രാന്തം പറയാ, കൊച്ചുങ്ങൾ പറയാ.
എടാ, ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറുപറ പറയുന്നത് മാറും. പുള്ളിക്ക് ചൂടളകിയതാ, അതിൻ്റെ ആയി. ദോഷമൊന്നും പറഞ്ഞതല്ല, ഞാൻ പുള്ളിയോട് പറയായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു അല്പസമയം കൂടി എടുക്കുമെന്ന് പറയായിരുന്നു, അല്ല വേറൊന്നും പറഞ്ഞതല്ല. അല്ലെ പിന്നെ അവർ ചിന്തിക്കും എന്തു ആ പുള്ളിയോട് പറഞ്ഞതെന്ന്. അച്ഛന് ടോർപ്പിടോ വരും അതിനാ. അപ്പം പിള്ളേർ എന്ന് പറഞ്ഞേടാ, ഒരുത്തൻ പറഞ്ഞ് സ്ക്രൂ ഇളകിയതാന്ന്. അപ്പം വേറെ 2 പിള്ളേര് പറഞ്ഞു ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറപറ പറയുന്നതുമാനും കണ്ട മർത്യരോടെല്ലാം മുങ്ങിച്ചാകുമെന്നിയാൾ തൊണ്ട വിണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഉണ്ടാകും മിണ്ടാതിനി. ഇങ്ങനൊക്കെ ആൾക്കാര് പുള്ളിയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും. മക്കളെ, നിങ്ങൾ എന്നാ വർത്താനം പറയുന്നത്? ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറുപറ പറയുന്നത് മാറുമെന്നാ നോഗയെ പറ്റി പറഞ്ഞെന്നാ ഞാൻ പറഞ്ഞ്. അപ്പൊ ശ്രദ്ധിക്കുക, ആൾക്കാരിങ്ങനെ ആക്ഷേപിച്ചു, പരിഹസിച്ചു. പക്ഷേ സൈമൺ സാറ് കൊടുത്തിരിക്കുന്നത് ഹാസ്യമാം ചരൽക്കല്ല് വാരി എറിഞ്ഞു. ആക്ഷേപത്തിന്റെ കല്ലുകൾ, അപമാനത്തിന്റെ കല്ലുകൾ, അപവാദത്തിന്റെ കല്ലുകൾ, ആക്ഷേപത്തിന്റെ ചരൽക്കല്ല് വാരി നോഗയ്ക്കിട്ടെറിയുമ്പോഴും നോഗയ്ക്ക് ഒരു ഉറപ്പുണ്ട്. എന്നോടൊരുവൻ ദൂത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞവൻ സർവത്തെ സൃഷ്ടിച്ച ദൈവമാ, എനിക്ക് ആലോചന തന്നവൻ എന്റെ ദൈവമാ, എന്നെ ഈ വേലയ്ക്കാക്കിയത് സർവജ്ഞനായ ദൈവമാ, എന്നെ രക്ഷിച്ചവൻ എന്റെ ദൈവമാ, എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷം നടക്കും. എന്തിനേറെ ഞാൻ ഇതൊക്കെ വിസ്തരിച്ച് പ്രസംഗിക്കാൻ, അതിന്റെ ചൊല്ലും ചൊലുത്തും ഒക്കെ ആയിട്ട് പ്രസംഗിച്ചാൽ വെളുക്കുവോളം പ്രസംഗിക്കാനുണ്ട്. ഞാൻ അങ്ങനെ നിന്നാൽ നിങ്ങൾ ചിലർ വേണം ഇരുന്നും തരും. പിന്നെ പോകുമ്പോൾ നിങ്ങൾ പറയും അയക്കല്ലേലും ബോധമുള്ളവനല്ല, ആൾക്കാരെ കാണുമ്പോൾ അയക്കിളക്ക ഉള്ളതാ എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക ഇന്ന്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നോഹ ഇങ്ങനെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ആരും രക്ഷപ്പെട്ടില്ല. എന്തിനേറെ ഒടുവിൽ ടൈം ആയപ്പം ദൈവം പറഞ്ഞു അകത്തോട്ട് കയറാൻ പറഞ്ഞു. നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും, പിന്നെ മൃഗജാലവും ഇഴജാതിയും പറവജാതിയെല്ലാം ഇതിനകത്ത് കയറി. എനിക്കതൊക്കെ ഓരോന്ന് വിസ്തരിക്കുന്ന ഇഷ്ടമാണ്. സാറ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പ്രയോഗമാണ്, കയറിയവരും ഇറങ്ങിയവരും. അതിങ്ങനെ നോഗിന്റെ തനയരാം യാബേത്തും ശേമും ഹാമും. നോഹിന്റെ മക്കള് യാബത്ത് ശേമ്. നോഗിന്റെ തനയരാം യാബേത്തും ശേമും ഹാമും. നോഹും നോഹിന്റെ പക്കിനിയും വീടിന് കാവം നിൽക്കും കുക്കുരം പട്ടി. വീട്ടിൽ കാവല് കിടന്ന പട്ടി പെട്ടകത്ത് കയറി. പാപ്പച്ചൻ ഇതുവരെ കയറിയിട്ടില്ല. പാപ്പച്ച, ഇന്ന് രാത്രി നീ പെട്ടകത്തിനകത്ത് കയറണം. നിന്റെ പട്ടി പെട്ടകത്ത് കയറുക. പാപ്പൻ ഇതുവരെ കയറിയിട്ടില്ല. ഇന്ന് രാത്രി സുപ്രസാദ കാലമാ, ഇത് രക്ഷാദിവസമാ. ദൈവം നിനക്ക് ഇന്ന് രാത്രി അവസരം തരിക. പട്ടി ഇതിനകത്ത് കയറിയെന്ന്. വീടിന് കാവം നിൽക്കും കുക്കുരം പട്ടി, കുക്കുരം മാർജരങ്ങൾ. നിന്റെ പൂച്ച ഇതിനകത്ത് കയറി ബുസി. പക്ഷേ ബ്ലസി ഇതുവരെ കയറിയില്ല. ഈശോന്നോ? അതിനെ ബ്ലസിയുടെ കാര്യം പറഞ്ഞപ്പോ ഈശോന്ന് വെച്ചേ? മോനാന്നോ വെച്ചേ? ആരാ വെച്ചേ? അവനാന്നോ? നീ പാല് കൊടുത്ത ബുസി പെട്ടകത്തിൽ കയറി. ബ്ലസി നീ ഇതുവരെ. വീടിന് കാവം നിൽക്കും കുക്കുരന്മാർ ജരങ്ങൾ ആടുമാടുകൾ കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാങ്കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലിക്കോലവും ശൂലശീലമാം പുള്ളിപ്പുലുജാലവും അർത്ഥ്യമർത്ഥ്യ രൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളം പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി. കരിമന്തി വരെ അകത്ത് കയറി. കുഞ്ഞുഞ്ഞമ്മ ഇതുവരെ കയറിയില്ല.
തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോടി, നത്തോട്, പൊന്മാൻ, മരംകൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും എന്ന് പറഞ്ഞാൽ ഇഴജാതിയും പറവജാതിയും മൃഗജാതി മനുഷ്യജാതിയിൽ 8 പേരും പെട്ടകത്തിനകത്ത് കയറി സർവജ്ഞനായ ദൈവം തമ്പുരാൻ പെട്ടകത്തിന്റെ വാതിലടച്ചു. ആമേൻ, സ്തോത്രം. എന്തിനേറെ വിവരിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ദൈവം തമ്പുരാൻ മേളിലത്തെ ഉറവയും തുറന്നു. വിധാനമുണ്ടാക്കിയിട്ട് വിധാനത്തിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വിധാനത്തിന്റെ ഉറവ അങ്ങ് മാറ്റി എന്ന് മേളിൽ നിന്ന് വന്നു. ആ താഴത്തെ ഉറവയും കൂടെ ദൈവം തുറന്നു. പെട്ടകം ഉണ്ടാക്കിയ ചട്ടമ്പികളും ആശാരിമാരും ഒക്കെ എന്ന സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം. ആരുമായിക്കോട്ടെ, കാർപ്പൻ്റർ ആരുമായിക്കോട്ടെ, ദൈവത്തിന് മഹത്വം. ആ പെട്ടകം ഉണ്ടാക്കിയവര്, തോത് പിടിച്ചവര്, വക്ക് പിടിച്ചവര്, ചിന്തേരിട്ടവര്, ആ തടി മുറിച്ചവര്, അത് അറത്തവര്, വാളന്മാര്, സാകലയുണ്ട്. ഇങ്ങനെ നിൽക്കുമ്പം ഒരു ചെറിയ നനവേ, അന്നേരം പറഞ്ഞ് വേച്ചാ കാല് നനയുന്നല്ലോ. അന്നേരം പറഞ്ഞ് നനയല്ല, താഴുന്നുണ്ടെന്ന് പറഞ്ഞു. തമ്പുരാൻ തുറന്നുറവാ. അപ്പം പ്രൈസാൻ പക്ഷേ ഇപ്പൊ ചെയ്തവൻ ഗിറ്റാർ പാട്ട് ഓടുക, അച്ഛാ വെള്ളം അച്ഛാ, അവന് വായിച്ചോണ്ടാവും ഓടുന്നത്. ഇവനിങ്ങനെ നിൽക്കുന്ന നല്ലാതെ ഇവൻ ഇതിനകത്ത് കയറിയില്ല. അവൻ ഗിറ്റാറുമായിട്ട്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അയ്യോ, അന്നേരം ഓർഗൺ വെച്ചോ പറഞ്ഞ് എൻ്റെ ബാഗിനകത്തോട്ട് പെട്ടെന്ന് ഓർഗൺ. ഞാൻ സ്കൂട്ടറെ പോന്നു. സ്കൂട്ടറായിട്ട് പിടവൂര് പാലം ചെന്നപ്പം അടിച്ചു തൂത്ത് വെള്ളം. സുനാമി അറിയാമല്ലോ. അതിൻ്റെ കുന്തം താഴെ പോയി. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ അടിച്ചവൻ പറഞ്ഞു, അവനും കുഴഞ്ഞു. അന്നേരം മറ്റവൻ ശാന്ത തുറമുഖത്ത് അടുത്ത്, അവനും വെള്ളത്തിൽ വീണു. മനസ്സിലായോ? ഏറെ എണ്ണവും വെള്ളം കുടിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം പറയാം. അകത്ത് കയറി രക്ഷപ്പെട്ടത് വെറും 8 പേര്. 4-ാമത്തെ ആയത്തിനൊടുവിൽ ആരാധന തുടങ്ങിയെന്നാ. രക്ഷപ്പെട്ടത് എത്രയാ? 8. ഈ ആരാധിച്ചവരല്ല എന്ത് ചെയ്യേ? ഒറ്റ വാക്ക് പറയാം, ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. പ്രമാണം കാത്ത്, പ്രമാണപ്രകാരം പെട്ടകം പണിത്, പ്രമാണപ്രകാരം അകത്ത് കയറിയവര് രക്ഷപ്പെട്ടു. ബോധിച്ചതുപോലെ തോന്നിയതുപോലെ വ്യവസ്ഥ തെറ്റിപ്പോയത് മുഴുവൻ വെള്ളം കുടിച്ച് ചത്തു. കർത്താവിന്റെ വരവിൽ ഇത് സംഭവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുത്. ഈ രാത്രി യോഗത്തെ സംബന്ധിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ വചനം കേട്ട ആർക്കും ഒരു ദോഷം വരരുത്. നീ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. മോനെ നീ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടോ? വെള്ളത്തിൽ മുങ്ങി. ഇതെല്ലാം ഇങ്ങനെ വെച്ച അവസാനം നരകത്തിൽ പോകരുത്. എന്നെ പിടിച്ചേച്ചേ, ഞാനങ്ങ് പോവും. നിന്റെ കാര്യം ഓർക്കുമ്പോളാ. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടതല്ലേ? ഇവിടെ തവല മെമ്പറാണല്ലോ. നമ്മളോ ഓളിയും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത അവസാനം അവിടെ ചെന്ന് പെടരുത്. ഓളി ചോദിച്ചാൽ കുറച്ച് തന്നാലും അങ്ങ് വരണം. നീ രക്ഷിക്കപ്പെട്ടതല്ലേ? ഇല്ല അവനോ മോൻ, നീ രക്ഷിക്കപ്പെടണം. ഇങ്ങോട്ട് ചോദിക്കാൻ. ഇവിടെ നരകമുണ്ട്. നീ അവിടെ പോയി പെട്ടുപോകരുത്. യേശു മാത്രമാ രക്ഷകൻ, മറ്റൊരുത്തനും രക്ഷയില്ല. പാട്ടുകാർ നിങ്ങളെല്ലാം ദൈവമക്കളാണല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കേണ്ട ഗതികേടാ വന്നേക്കുന്നത്. കാരണം ഈ കോറം തയ്ക്കാൻ എവിടുന്നേലും 1 2 അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന കാലമാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും നിത്യത കാണണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറഞ്ഞു നിർത്താം. പ്രമാണം കാത്ത 8 എണ്ണം അകത്ത് കയറി രക്ഷപ്പെട്ടു. ബാക്കി മുഴുവൻ വെള്ളം കുടിച്ച് ചത്തുമലച്ചു. സാറ് കൊടുത്തേക്കുന്നത് ചമ്മന്തിക്ക് പോലും 1 ഇട്ടില്ലെന്നാ. ആരും കൈവിടപ്പെട്ടു പോകരുത്. ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വരാറായി, തിരുസഭയെ ചേർക്കാറായി, നിന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം തീരാറായി. ഇത് വേഗം തീരും. നമ്മൾ ഇവിടുന്ന് പറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഗംഭീരനാഥത്തിങ്കൽ കോടി കോടി വിശുദ്ധന്മാർ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തു വരികയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടായി 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേറ്റ് അവൻ പൗലോസ് പറയുക, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.